സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. തിരുക്കുറളിൻ്റെ 72ാമത്തെ കുറളിലേക്ക് നമ്മൾ പോവുകയാണ്. ആ, രാജധർമ്മത്തിലെ മനോഹരമായ ശീലുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇന്ന് നമുക്ക് ശാന്തിമാമുണ്ട്, അതുപോലെ തന്നെ മോഹൻദാസ് സാറുണ്ട്. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ശാന്തിമാമിനെയും. ശാന്തിമാം, യു ആർ വെൽക്കം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഖുറൾ 711, അതായത് 72ാമത്തെ അധികാരമാണ് അവയറിതൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഒരു മനുഷ്യന്റെ കൂടെ, അതായത് ഒരു രാജാവിന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്നും രാജാവിന്റെ മനസ്സറിഞ്ഞ് ഉള്ളെന്താണ് പറയുന്നതിന് മുന്നേ തന്നെ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു. പ്രവർത്തിച്ചാൽ മാത്രം പോരാ, നമ്മളൊരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സ് അറിഞ്ഞു വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ അവിടെ അപ്രയോഗികമായ വാക്കുകൾ ഉപയോഗിക്കരുത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ അൺപാർലമെന്ററി വേർഡ് എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതുപോലെ നമ്മൾ അത് പറയുകയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പം അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എത്രയോ പേര് അങ്ങനെ ഒരു വാക്കുകൾ ഉണ്ട്. നമ്മുടെ പൊളിറ്റിക്സിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് പല പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത് അവർക്കെല്ലാം ഉപകരിക്കുന്ന രീതിയിലുള്ളതാണ് ഈ അവയ അറിതൽ. അവയ് എന്ന് പറഞ്ഞാൽ സദസ്സാണ്. അറിതൽ എന്ന് പറഞ്ഞാൽ സദസ്സിനെ അറിഞ്ഞ് പദപ്രയോഗം നടത്തുക. നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത വാക്കുകൾ പറയരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഈ കേട്ടോണ്ടിരിക്കുന്നവരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് പ്രത്യേകിച്ച് രാജാവിന്റെ മുമ്പിൽ ഒരിക്കലും ആ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ആ വാക്കുകളിൽ മാത്രമല്ല, എന്താണ് സംസാരിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കണം. അതാണ് ഈ അവയറിതൽ എന്ന ഈ അധികാരത്തിൽ പറയുന്നത്. ആദ്യത്തത് 711ാമത്തെ കുറളാണ്. അവയറിந்து ആരാய்ந்து சொல்லுக சொல்லின் தொகை அறிந்த தூய்மையவர். അതായത് മറ്റുള്ളവർ കേൾക്കത്തക്ക രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് വേണം സംസാരിക്കാൻ. ഇപ്പൊ നമ്മുടെ എതിരെ ഇരിക്കുന്ന ആൾക്കാര് എന്താണ്, അവരെ ആരാണ്, എങ്ങനെയുള്ള ആൾക്കാരാണ്, അവരുടെ പൊസിഷൻ എന്താണ്, എല്ലാം ആലോചിക്കണം. അതാണ് അവയറിന്ത്. നമ്മൾ ഏത് സദസ്സിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ആരൊക്കെയാണ് കേൾവിക്കാര്, ആ കേൾവിക്കാരുടെ ക്വാളിറ്റി എന്താണ്, അവരെ ഏതൊക്കെ ഉൾക്കൊള്ളും, ഇതറിഞ്ഞു വേണം സംസാരിക്കാൻ. അതറിയാതെ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ മഹാഭാരതത്തില് ഈ ദൂത് വിടുമ്പോൾ കൃഷ്ണനെ തന്നെ പറഞ്ഞു വിടാൻ കാരണം, കൃഷ്ണന് മാത്രമേ സാമർഥ്യമായി സംസാരിക്കാൻ കഴിയും. കാരണം ഏത് സദസ്സ് കണ്ടാണോ സംസാരിക്കേണ്ടത് എന്ന് ഇത് അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ള ആളാണ് ആരാണ്, നമ്മുടെ കൃഷ്ണൻ. അതുകൊണ്ടാണ് മഹാഭാരതത്തില് അവസാന ഘട്ടത്തിൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുമ്പോൾ കണ്ണനെ തന്നെ വിടുന്നത്. കാരണം സദസ്സറിഞ്ഞ് സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് അവ അറിந்து ആരാய்ந்து ചൊല്ലുക. നമ്മൾ എന്താണ് ഇപ്പോ ഒരു വാക്ക് പറയുന്ന, എന്തെങ്കിലും വാക്ക് മാത്രമല്ല, നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അത് മുൻകൂട്ടി ആരാய்ந்து എന്ന് വെച്ചാൽ നല്ലപോലെ റിസർച്ച് ചെയ്യണം. ആ റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിനെക്കുറിച്ച് കൂടുതൽ അറിവ്, അങ്ങനെയല്ല. നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഹർട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് വേറെന്തെങ്കിലും ദോഷമായ പ്രയോഗമാണോ നമ്മൾ സംസാരിക്കുന്നത്. തൊകയറിந்த തൂയ്മയവർ, അതായത് നമുക്ക് ഈ തമിഴിൽ പറയാറുണ്ട്, വാക്കുകളിൽ തൊകൈ എന്ന് വെച്ചാൽ സ്വക്കളിന്റെ കൂട്ട് എന്നാണ് പറയുന്നത്, വാക്കുകളുടെ കൂട്ട്. അപ്പൊ അത് പറയാൻ കാരണം മൂന്ന് തരത്തിലുള്ള വാക്കുകളുണ്ട്. അതായത് ലിറ്റററി എന്ന് വെച്ചാലും ഇലക്കണം, കൃത്യമായി അതിൻ്റെ ആ ഇലക്കണത്തിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ. പിന്നെ ചെഞ്ചൊൽ എന്ന് പറയും. അതായത് ചെഞ്ചൊൽ എന്ന് പറഞ്ഞാൽ കൊടുഞ്ചൊൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ അത് ഉപയോഗിക്കാന്ന് പറഞ്ഞാല് കൃത്യമായി തമിഴിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചൊല്ലാണ് ഈ ചെഞ്ചൊൽ എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ഈ തൊഹൈ എന്ന് പറയുന്നതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ
കുറിപ്പുചൊൽ എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കവി താൻ ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റായി പറയാതെ മറച്ച് പറയുന്ന ഒരു വിഷയമാണ്. ഇത് തമിഴിലെ സംഘം ലിറ്ററേച്ചറിൽ ഒരുപാട് ഈ കുറിപ്പുചൊല്ലുണ്ട്. അപ്പൊ ഈ ചൊற்களிൽ, ഈ വാക്കുകളിൽ തൂയ്മയവർ ഇതിനെല്ലാം കണ്ടറിഞ്ഞ് ഒരു മന്ത്രിക്കാണെങ്കിൽ ആ മന്ത്രി ഇതെല്ലാം ഊഹിച്ച് ഇതിൽ ഏത് വാക്കാണ് നമ്മൾ പറയേണ്ടത്, കേൾവിക്കാർക്ക് എന്താണോ മനസ്സിലാവുന്നത് അവർ ഏത് തരത്തിൽ അത് എടുക്കും എന്നത് കൂടി മനസ്സിലാക്കി എല്ലാം വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ സംസാരിക്കാവൂ. കാരണം നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് ഉപദ്രവിക്കുന്നതോ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന തരത്തിലോ ഒരു വാക്കും ഉരയാടാൻ പാടില്ല. പ്രത്യേകിച്ച് സദസ്സിലാണെങ്കിൽ സദസ് അറിഞ്ഞ് മാത്രമേ സംസാരിക്കാവൂ എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. 72ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സെൻസ് ഓഫ് ഓഡിയൻസ്. ആളറിഞ്ഞ്, ഓഡിയൻസിനെ അറിഞ്ഞ് സംസാരിക്കുക. അവൈ അറിതൽ എന്ന തമിഴിൽ പ്രേക്ഷകരെ അറിയുക, അല്ലെങ്കിൽ സഭാജ്ഞാനം എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് പറയാം. വിവിധ സംസാര രീതികളിൽ പ്രാവീണ്യമുള്ളവർ സംസാരിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരെ അറിയുകയും വിലയിരുത്തുകയും ചെയ്യുക. സംസാരിക്കുന്നതിന് മുമ്പ് പ്രേക്ഷകരുടെ പ്രതികരണം മുൻകൂട്ടി കാണുകയും ആവിഷ്കാര രീതികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ വിഷയത്തിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുക. സ്വന്തം പ്രേക്ഷകരെ അറിയാത്തവരും സംസാരിക്കാൻ ശ്രമിക്കുന്നവരുമായവർക്ക് സംസാര ശൈലികളും അവയുടെ വ്യാപ്തിയും അറിയില്ല. അവർക്ക് കഴിവുള്ളവരാകാനും കഴിയില്ല. അറിവുള്ളവരുടെ മുമ്പിൽ മിടുക്കനായിരിക്കുക. അജ്ഞരുടെ ഇടയിൽ വെള്ള പൂശിയ മതിൽ പോലെ ശൂന്യമായും മാറുക. പണ്ഡിതരായ മുതിർന്നവരുടെ ഒരു വേദിയിൽ ഉറച്ച നിലപാടില്ലാതെ സംസാരിക്കാതിരിക്കാനുള്ള സംയമനം എല്ലാ നല്ല പ്രവൃത്തികളിലും ഏറ്റവും മികച്ചതാണ്. കുറൽ 711. അവൈ അറിന്തു ആരായ്ന്തു ചൊല്ലുക, ചൊല്ലിൻ തൊകൈ അറിന്ത് തൂയ്മൈ യവർ. സഭയറിഞ്ഞാരാഞ്ഞു ചൊല്ലുക, വാക്കിന്റെ വില അറിയും തെളിവുറ്റോർ. നല്ല വാഗ്മികളായ മനുഷ്യർക്ക് പ്രേക്ഷകരെ വിലയിരുത്താനും അർത്ഥവത്തായതും നന്നായി ചിന്തിച്ചതുമായ വാക്കുകൾ സംസാരിക്കാനും കഴിയും. കൂട്ടത്തിൻ മനമാരാഞ്ഞു വാക്യങ്ങൾ ബുദ്ധിപൂർവമായി തിരഞ്ഞ കാര്യമോതുന്നവൻ ഭാഷണത്തിൽ സമർത്ഥനാം. ഓവർ. Thank you, sir. Tirukural. The Tirukural is a classic Tamil text consisting of 1330 couplets, kurals, organized into 133 chapters, written by the renowned poet and philosopher Thiruvalluvar. It is one of the most important works on ethics, politics, and love in Tamil literature. It remains a timeless guide, offering succinct moral and practical wisdom for human life. Chapter 72. Sense of audience. Good men of eloquence may judge audience and speak meaningful, well-thought words. Avai arindu aaraindu ചൊല്ലുക, ചൊല്ലിൻ തൊകൈ അറിന്തു തൂമൈ അവർ. This couplet emphasizes that truly eloquent do not just speak. They first carefully assess the nature of their audience. Avai arindu. Sense of audience.
Only after judging the assembly do they speak words that are meaningful and well thought out. അവയറിതൽ. Ensuring their message is appropriate, effective, and well received. The wisdom of Quran 7:11 is captured in the ancient proverb, the right word at the wrong time is the wrong word. This means that even the most brilliant speech loses its value if the speaker fails to understand the capacity, knowledge, or mindset of the people listening. A good speaker must tailor their language and depth of content to the audience. You wouldn't teach advanced calculus to children or use overly simplistic terms with the scholars. Therefore, the speaker's first duty is to know their listeners, to ensure their well-crafted words truly resonate and achieve their intended purpose. Good men of eloquence may judge audience and speak meaningful, well-thought words. Thank you, sir. അടുത്തത് കുറൾ 712. இடை தெரிந்து நன்குணர்ந்து சொல்லுക சொல்ലിൻ നടை தெரிந்த നന്മയവർ. ഇപ്പോ ആദ്യത്തെ പാട്ടിൽ എങ്ങനെയൊക്കെ സംസാരിക്കണം, നമ്മളിത് സദസ് അറിഞ്ഞു വേണം സംസാരിക്കാനെന്ന് പറഞ്ഞു. അടുത്ത കുറളില് അതിലാദ്യം നമ്മൾ എടുക്കേണ്ടത് ചൊല്ലിൻ നടை தெரிந்த നന്മയവർ. അതായത് എങ്ങനെ ഏത് തരത്തിലുള്ള സ്വற்കളെ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ 3 തരത്തിലുള്ള സ്വற்കളുണ്ട് തമിഴില്. ചെഞ്ചൊൽ എന്ന് പറയും, ഇലക്കണച്ചൊൽ എന്ന് പറയും, കുറിപ്പിച്ചൊൽ എന്ന് പറയും. ഈ 3 സ്വற்കളെയും, അതായത് ഈ വാക്കുകളെ, അതില് സാധാരണ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഇലക്കണമല്ല ചെഞ്ചൊൽ എന്ന് പറയുന്നതിന് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇലക്കണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് കൂടിയതാണ്. ഈ കുറിപ്പ് ചൊല്ലെന്ന് പറയുന്നത് കവിതകളിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. അതായത് ഡയറക്റ്റായിട്ട് പറയാതെ ചുറ്റി വളച്ചല്ല, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മീനിങ് വെച്ചായിരിക്കും പറയുന്നത്. നമ്മൾക്ക് ഡയറക്റ്റ് മീനിങ് എടുക്കുമ്പോൾ അതിലൊന്നും കാണത്തില്ല, നമ്മൾ വിചാരിക്കും ഇത് എന്താണെന്ന്. പക്ഷെ അതിന് കുറിപ്പ് കൊണ്ട് മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഹിന്റ് അതിൽ കിട്ടും. അപ്പൊ ഒരുപാട് വായന കൊണ്ട് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ എല്ലാം മനസ്സിലാക്കിയ വാക്കുകളെ എങ്ങനെ പ്രയോഗിക്കണം, ഈ ചൊற்കളിന്റെ പ്രയോഗം എന്താണ്, എവിടെയാണ്, എങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിഞ്ഞവരാണ് നടை தெரிந்த നന്മയവർ. ഈ നടை എന്ന് പറയുന്നതിന്റെ മീനിങ് ഉപയോഗിക്കുന്ന രീതിയാണ്. വാക്കുകളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം അത് കംപ്ലീറ്റ് നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തി, അത് നമുക്ക് വ്യക്തിക്കും എടുക്കാം, രാജാവിന്റെ കൂടെ തന്നെ ഇരിക്കുന്ന മന്ത്രിക്കും എടുക്കാം, നമുക്ക് 2 പേർക്കും എടുക്കാൻ പറ്റുന്നതാണ്. ഇടை தெரிந்து നൻകുണർന്ന് ചൊല്ലുക. അതായത് ഇടை தெரிந்து എന്ന് പറയുന്നത് സഭ അറിഞ്ഞ്, ആരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കേൾവിക്കാര്, അവരെന്താണ് പറയുന്നത്, അവർക്ക് എന്ത് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ അത്തരത്തിലുള്ള വാക്കുകൾ വേണം ഉപയോഗിക്കാൻ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മള് ആ കഥകൾ. ഇപ്പൊ കുറൾ തന്നെ ഞാനിപ്പോ ഇവിടെയാണ് പറയുന്നത്, ഇപ്പൊ എല്ലാവർക്കും അറിവുള്ളവരാണ്. പക്ഷെ കൊച്ചു കുട്ടികളാണെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് സദസ്, എന്താണ് അതിൽ കേൾവിക്കാരാരാണ്, ഏത് തരത്തിലുള്ളവരാണ്, ഏജ് ഗ്രൂപ്പ് നോക്കുക, അവരുടെ പഠിപ്പ് എത്രത്തോളം ഉണ്ട്, ഇനി അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് അവർക്കുണ്ടോ, അങ്ങനെ വേണം. നമ്മൾ അറിയാത്തവർക്ക് നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡായ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സദസ് അറിഞ്ഞ് വേണം സംസാരിക്കാൻ. ഇടை தெரிந்து നൻകുണർന്ന് ചൊല്ലുക. അത് സദസ് എന്താണെന്ന് മനസ്സിലാക്കി നല്ലതുപോലെ പറയുന്ന വ്യക്തിയും എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള ധാരണ മുഴുവനായി വേണം. അത് കഴിഞ്ഞ് വേണം സംസാരിക്കാൻ. അല്ലാതെ എടുത്തു ചാടി പറയുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ചിലരാണെങ്കിൽ സദസ് അറിയാതെ സംസാരിക്കും. ചില സമയത്ത് ചിലര് നമുക്കിപ്പോ ഞങ്ങളിപ്പോ കോളേജിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഈ സെമിനാർസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്നവരാണെങ്കിൽ ഈ സദസ് ചിലപ്പോൾ വിശന്നിരിക്കും,
ആ സമയത്ത് അവരെ കയ്യിലെടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ആ സമയത്ത് പോയിരുന്നിട്ട് ജസ്റ്റ് ഇത് വായിക്കുകയോ അല്ലെങ്കിൽ ബോറടിപ്പിക്കുന്ന രീതിയിലോ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ സദസ്സ് അത് ഒരു വാക്ക് പോലും ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് അറിഞ്ഞ് സംസാരിച്ചില്ലെങ്കിൽ സദസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. 1 മണിക്കൂറല്ല, 10 മണിക്കൂറല്ല, എത്ര മണിക്കൂർ സംസാരിച്ചാലും അതൊന്നും അവരുടെ ഏക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചൊല്ലിൻ നടை தெரிந்த നന്മയവർ എന്ന് പറയാൻ കാരണം ഈ വാക്കുകളൊക്കെ ഏത് രീതിയിൽ എവിടെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞ വ്യക്തികൾ, എല്ലാം അറിഞ്ഞവരാണ് സദസ്സ് അറിഞ്ഞ് സംസാരിക്കേണ്ടത്. അപ്പൊ അറിയാത്തവർക്ക് ഉപയോഗിക്കാമോ എന്നല്ല. അവരാണല്ലോ എപ്പോഴും സദസ്സിൽ സംസാരിക്കാൻ പോകുന്നവര്. അറിയാത്തവരാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും. അത് വള്ളുവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ വായടച്ച് മിണ്ടാതിരിക്കുക എന്ന്. അതുകൊണ്ട് ഈ നല്ല അറിയാവുന്നവർ ഇത് സദസ്സ് കൂടി അറിഞ്ഞു വേണം സംസാരിക്കാൻ എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു അല്ല, മാം. ഒരു ചെറിയൊരു വാക്ക് കൂടി. മാഡം ഇലക്കണം എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട് തമിഴിൽ. ഇലക്കണം എന്ന് പറഞ്ഞാല് മലയാളത്തിൽ വ്യാകരണം, ഇംഗ്ലീഷിൽ ഗ്രാമർ. അതായത് ശരിക്കും ഗ്രമറ്റിക്കൽ അല്ലെങ്കിൽ വ്യാകരണ രീതിക്ക് ഉള്ള സംഭാഷണം. അതാണ് മാഡം ഉദ്ദേശിച്ചത്. അത് രണ്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇലക്കണത്തിന്റെ ഒരു മലയാളം ഇത് കണ്ടില്ല, അതുകൊണ്ട് മാത്രം ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം. കുറൾ 712. ഇടൈ തെരിന്തു നൻകുണർന്നു ചൊല്ലുക, ചൊല്ലിൻ നടൈ തെരിന്ത നന്മയവർ. ഇടയറിഞ്ഞ് ആലോചിച്ചോതുക, വാക്കിന്റെ നടയറിയും നന്മയുറ്റോർ. വാഗ്മി ആദ്യം അറിയേണ്ടത് സഭയെയാണ്, എന്നിട്ടേ വാക്ക് ഉപയോഗിക്കാവൂ. വാക്കിന്റെ വില നല്ലപോലെ അറിയുന്ന വിദ്വജ്ജനങ്ങൾ അവസരം അറിഞ്ഞ് അങ്ങനെയേ ചെയ്യൂ. പറയുന്നത് സ്ഫുടമായി പറയണം. കേൾക്കുന്നവർക്ക് യാതൊരുവിധ സംശയത്തിനും ഇട നൽകരുത്. പറയുന്നത് എന്തെന്ന് സ്വയം ബോധ്യമുണ്ടായിരുന്നാലേ അതിന് കഴിയൂ. സഭയുടെ താല്പര്യം അറിയാതെ അനൗചിത്യപൂർവം ഓരോന്ന് സംസാരിക്കുന്നവർക്ക് വാക്കിന്റെ വില അറിയില്ല. മറ്റു ലോക കാര്യങ്ങളിലും അവർ അറിവില്ലാത്തവർ തന്നെയായിരിക്കും എന്നാണ് ഈ കുറൾ ഉദ്ഘോഷിക്കുന്നത്. കുറൾ 712. ഇടൈ തെരിന്തു നൻകുണർന്നു ചൊല്ലുക, ചൊല്ലിൻ നടൈ തെരിന്ത നന്മയവർ. ഇടയറിഞ്ഞ് ആലോചിച്ചോതുക, വാക്കിന്റെ നടയറിയും നന്മയുറ്റോർ. താങ്ക് യു. Kural 712. Chapter 72. Avai Aridal. Kural 712. Idai Terindu Nangunarndu Cholluga, Chollin Nadai Terinda Nanmai Yava. Good speakers, knowing merit of words, must study procedures of the gathering, plan and speak. Good speakers, knowing merit of words, must study procedures of the gathering, plan and speak. This couplet discusses the importance of being hospitable and patient with the verses, emphasizing that a true householder is a strong support to the virtue of patience. Patience with the fools and the strength to endure hardships like fasting or hard words spoken by others. This Qural pointed to deliver a gathering with the merit of words. First, prepare your speech by knowing your audience, clearly defining your purpose and structuring your content with a compelling introduction, body, and conclusion. Rehearse your speech to build confidence, refine your delivery, and ensure you are concise and clear. Idai Tirindu Nankunarndu Cholluga, Chollin Nadai Terinda Nanmai Yavar. Thank you, sir. Over. അടുത്ത കുറൾ കേൾക്കുന്നില്ലേ അവിടെ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അടുത്ത കുറൾ 713. அவை அறியார் சொல்லல் மேற்கொள்பவர் சொல்லின் വകை അറിയാർ വല്ലതും ഇൽ. അതായത് ഈ പാട്ടില്, ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോ സദസ്സ് അറിഞ്ഞ് സംസാരിച്ചില്ല, നമ്മുടെ വാക്കുകൾ ശരിയായി പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ
എന്താണ് നമുക്ക് വന്ന് ഭവിക്കുന്നത്? ഇങ്ങനത്തെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടും എന്ന് പറയുന്നത് പോലെയാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സദസ്സ് എന്താണ്, സദസ്സിന്റെ ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും ഉചിതം. ചിലപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്താണോ അതിൽ നിന്നും മാറി വേറെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിൽ എത്ര പേരുണ്ട്, ഒരുപാട് സദസ്സിൽ ഒരുപാട് ആൾക്കാർ വിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ സംസാരിക്കുന്ന ആൾക്കാർക്കും ഒരു ഹരം വരും. അപ്പൊ അവരെന്താണ് പറയുന്നതെന്ന് അറിയാതെ അവർ ഒരുപാട് സംസാരിക്കുകയും ചെയ്യും. അവർക്ക് ഒരു ബോറടിക്കുകയില്ല, കാരണം കേൾക്കാൻ ഇത്രയും പേരുണ്ടല്ലോ എന്ന്. അതുപോലെ സദസ്സ് അറിഞ്ഞ് എത്ര പേരുണ്ട്, അവരിൽ എത്ര പേർക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാകും, ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അത് അവ അറിയാർ എന്ന വാക്കുകൊണ്ട് പറയുന്നത്. ചൊല്ലൽ മേற்കൊள்பவர், അങ്ങനെ അറിഞ്ഞ് അത് കഴിഞ്ഞ് സംസാരിക്കുന്നവർ. ചൊല്ലിൻ വകയറിയാർ വല്ലതുമിൽ, അങ്ങനെ അത് അറിഞ്ഞ് സംസാരിച്ചില്ല എങ്കിൽ അവരെന്തായിരിക്കും, അവർ എന്തൊക്കെ അവര് പഠിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കലകളൊക്കെ അവർക്ക് കൈവന്ന അതായിരിക്കും, ഒരുപാട് കഴിവുള്ളവരായിരിക്കും, സംസാരിക്കാൻ തന്നെ ഒരുപാട് കഴിവുള്ളവരായിരിക്കാം. പക്ഷേ അവരുടെ മുമ്പിലിരിക്കുന്ന സദസ്സ് എന്താണ്, അവർക്ക് എന്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ അവരിൽ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത് എന്നറിഞ്ഞ് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെ മോശമായി തന്നെ ആൾക്കാർ കാണും. അത് വല്ലതൂമിൽ എന്ന് പറയുന്നത് ഇതിനേക്കാളും വലുതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഈ പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 3 കൂട്ടം ഒരു വാക്കുകളുടെ കൂട്ടമുണ്ട്. അത് ഈ 3ഉം പ്രയോഗിക്കേണ്ട രീതി മനസ്സിലാക്കി എവിടെയാണോ അത് പ്രയോഗിക്കേണ്ടത് അവിടെ വേണം പ്രയോഗിക്കാൻ. ഇപ്പം ശരിക്കും നല്ലപോലെ തമിഴ് അറിയാത്ത ആൾക്കാര്, അല്ലെങ്കിൽ തമിഴിനെ കുറിച്ച് തമിഴിന്റെ ഡെപ്ത് അറിയില്ല എങ്കിൽ അവരോട് പോയിട്ട് ഡെപ്തായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അതുപോലെ അങ്ങനെ സംസാരിച്ചിട്ട് വന്ന് ഞാൻ വലുതായിട്ട് സംസാരിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് അടിപൊളിയായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. എത്ര തന്നെ വലിയവനായാലും എത്ര തന്നെ കഴിവുള്ള ആളാണെങ്കിലും അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അദ്ദേഹത്തിനെ ഇകഴപ്പടം എന്ന് പറഞ്ഞാൽ മോശമായി ചിത്രീകരിക്കും. അദ്ദേഹം സംസാരിച്ചത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന തരത്തില് ആൾക്കാര് കളിയാക്കുകയും അയാൾ കഴിവില്ലാത്ത ആള് എന്ന് ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സദസ്സ് അറിഞ്ഞ് സദസ്സിന് എന്ത് തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കാം എന്നറിഞ്ഞ് വേണം പ്രയോഗിക്കാൻ എന്നതാണ് ഈ കുറൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 713. അവൈയറിയാർ ചൊല്ലൽമേർ കോൾപവർ, ചൊല്ലിൻ പകയറിയാർ വല്ലതും ഇൽ. സഭയറിയാതോതാൻ മുതിരുവോർ, വാഗ്ഭേദം അറിയാത്തോർ, ഒന്നും അറിയാത്തോർ. അറിവുകൊണ്ട് പ്രകാശം പരത്തുന്ന ജ്ഞാനികളുടെ സഭയിൽ ചെല്ലുമ്പോൾ താനും പ്രകാശിക്കും. അതല്ല, വിവരദോഷികളായ ശൂന്യന്മാരുടെ സദസ്സിലാണ് ചെല്ലുന്നതെങ്കിൽ ഒന്നും അറിയാത്തവനെ പോലെ, വിളറിയ ചുണ്ണാമ്പ് പോലെ ഇരുന്നേക്കുക, അതായിരിക്കും ഭേദം എന്നാണ് ഈ കുറൾ ഉദ്ഘോഷിക്കുന്നത്. സെൻസ് ഓഫ് ഓഡിയൻസ് എന്ന ഈ അധികാരത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അശോകവനിയിൽ ഭയത്താലും വ്യാകുലതയാലും വിവശയായിരിക്കുന്ന സീതാദേവിയെ ഹനുമാൻ കാണുമ്പോൾ തന്റെ വിശ്വരൂപം കാണിക്കാതെ തന്നെ വളരെ ശാന്തമായി സമചിത്തതയോടെ രാമൻ തന്റെ പക്കൽ കൊടുത്തയച്ച മുദ്രമോതിരം കൈമാറുകയാണ് ഉണ്ടായത്. രാമദൂതനായ ഹനുമാനാണെന്ന് മനസ്സിലാക്കിയ സീതാദേവി രാമൻ എത്തുമെന്നും തന്നെ രക്ഷിക്കുമെന്നും മനസ്സിലാക്കി വളരെയധികം സമാധാനവും ശാന്തവുമായ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നു. ശ്രോതാവ് ആശ്വസിക്കുന്ന സമയത്ത് പോലും ആശ്വസിക്കാതെ സമയത്ത് പറയുന്ന വലിയ സത്യങ്ങൾ പോലും ഫലപ്രദമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കലിയുഗത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി. അദ്ദേഹത്തോട് നേരിട്ട് ധർമ്മം പഠിക്കൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ രാജാവ് തന്നെ ഒരു ശത്രുവായി മാത്രമേ കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ബുദ്ധമത സന്യാസി യുദ്ധത്തിന്റെ നിഷ്ഫലത സുതാര്യമായി ചെറുകഥകളിലൂടെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു. അശോക ചക്രവർത്തി അത് അനുഭവിച്ചുകൊണ്ട് മാത്രം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കൃഷ്ണദേവരായരുടെ
വിദ്വത്സദസ്സിലുണ്ടായിരുന്ന തെന്നാലി രാമൻ തന്റെ നിരീക്ഷണം നേരിട്ട് പറയാതെ എത്ര വലിയ കഠിന സത്യങ്ങളാണെങ്കിൽ കൂടി അത് നർമ്മകഥാരൂപത്തിലാക്കി പറയുമായിരുന്നു. ഇത് കേട്ട് രാജാവ് ചിരിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് അതിലടങ്ങിയിരിക്കുന്ന സത്യവും സന്ദേശവും മനസ്സിലാക്കുകയും ചെയ്യും. ചില സത്യങ്ങൾ നേരിട്ട് പറഞ്ഞാൽ വേദനിക്കും, നർമ്മം ചേർത്ത് പറയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. ഖുറൽ 713. അവയറിയാർ ചൊല്ലൽ മേർ കോൾപ്പവർ ചൊല്ലിൻ വകയറിയാർ വല്ലതും ഇൽ സഫയറിയാതോതാൻ മുതിരുവോർ വാഗ്ഭേദം അറിയാത്തോർ ഒന്നും അറിയാത്തോർ. താങ്ക് യു. Thank you, ma'am. This is an excellent Quran to focus on. Quran 7:13 states, "Those who try to speak without judging the audience do not know the policy of speech. Their talk is of no use. Avayariyar chollalmer kelpavar, chollin vagayariyar valladum il." The legendary Tamil poet Avayar perfectly embodies the wisdom of judging the audience. Once, Avayar was a guest at a royal court where an arrogant scholar decided to test her. The scholar asked her a complex question about ancient grammar, not to learn, but to publicly humiliate her. Avayar, sensing his malicious intent and the court's light-hearted mood, wisely avoided a scholarly debate. Instead, she spoke a simple yet profound moral verse that was relevant to all, thereby disarming the scholar and captivating the entire assembly. Her action demonstrated that true knowledge involves not just what to say, but when and to whom to say it, proving that speaking without assessing the context, like the arrogant scholar, ultimately renders one's words useless. Thank you, sir. എഴുന്നൂറ്റി 14 ഖുർആനാണ്. ഒളിയാർമുൻ ഒള്ളിയറാതൽ വെളിയാർമുൻ വാൻ സുതൈ വണ്ണം കൊളൽ. അതായത് ഇപ്പൊ നമ്മള് സദസ്സറിഞ്ഞ് സംസാരിക്കണമല്ലോ, അത് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ആവണം? ഇപ്പോൾ ഒരു സദസ്സിൽ നമ്മൾ സംസാരിക്കാൻ നമ്മുടെ കേൾവിക്കാരായിരിക്കുന്ന ആൾക്കാര് നല്ല അറിവുള്ളവരാണെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മളും നല്ല ജ്ഞാനത്തോടുകൂടി വേണം സംസാരിക്കാൻ. കാരണം അറിവുള്ളവരുടെ സഭയിൽ നമ്മൾ സംസാരിക്കുന്നത് അറിവുള്ള കാര്യങ്ങളാവണം. ഇപ്പൊ നല്ല ജ്ഞാനമുള്ള ഒരാളടുത്ത് ഒരു ഡോക്ടറാണ് ഇരിക്കുന്നത്, അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവായിരിക്കും, അത് പോയി പറയുന്നത് വലിയ അബദ്ധമാണ്. കാരണം അദ്ദേഹം ഡോക്ടർക്ക് പഠിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി നമുക്ക് ഏതോ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു ജ്ഞാനം കൊണ്ടുവന്ന് നമ്മൾ പറയുക എന്നത് എത്ര അബദ്ധമാണോ അതുപോലെ ആവരുത്. നമ്മൾ സദസ് അറിഞ്ഞ് സംസാരിക്കണം. അതിൽ വളരെ ഈ ഒരുപാട് അറിവില്ലാത്തവരാണെങ്കിൽ അവരെ പോലെ തന്നെ അവരെക്കാളും താഴത്തെ നിലയിൽ നമ്മൾ താഴണം, എങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. കാരണം അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുക. അങ്ങനെ അല്ല, അവര് നമ്മളെക്കാളും ഒരുപാട് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, ഒരു സാധാരണക്കാരാണ് ഇരിക്കുന്ന സദസ്സെങ്കിൽ അവരെക്കാളും താഴ്ന്ന നിലയിൽ പോയി വേണം നമ്മൾ സംസാരിക്കാൻ. അതുകൊണ്ട് ഒളിയാർ എന്ന് പറയുന്നത് അറിവിൽ കൂടുതൽ അറിവുള്ളവരെയാണ് ഒളിയാർ എന്ന് പറയുന്നത്. ഒള്ളിയർ എന്ന് പറഞ്ഞാൽ നമ്മളും അറിവുള്ളവരാവണം. കാരണം ആ തരത്തിലുള്ളത് വേണം നമ്മൾ സംസാരിക്കാൻ. വെളിയാർമുൻ വാൻ സുതൈ വണ്ണം കൊളൽ. വെളിയാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, അതായത് ഓപ്പൺ ഹാർട്ടഡ് എന്ന് പറയാം. വെള്ളൈ മനമുടയവർ എന്നാണ് വെളിയാർ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, എല്ലാം ഒരു സാധാരണക്കാര്. അവരുടെ മുമ്പിലാണെങ്കിൽ അവരെക്കാളും താഴ്ന്ന നിലയിൽ പോയി വേണം നമ്മൾ സംസാരിക്കാൻ.
ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കേണ്ടത് എന്നാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൽ 714. ഒളിയാർ മുൻ ഒള്ളിയ രാതൽ വെളിയാർ മുൻവാൻ സുതൈ വണ്ണം കൊളൽ ഒളിയുറ്റോർ മുന്നിൽ തിളങ്ങിടാം ശൂന്യരൊത്ത മരണം ചുണ്ണാമ്പിനൊപ്പം. കുറൽ 714 പറയുന്നത്, അറിവുകൊണ്ട് പ്രകാശം പരത്തുന്ന ജ്ഞാനികളുടെ സഭയിൽ ചെല്ലുമ്പോൾ താനും പ്രകാശിക്കും. അതല്ല, വിവരദോഷികളായ ശൂന്യന്മാരുടെ സദസ്സിലാണ് ചെല്ലുന്നതെങ്കിൽ ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുക. അതായത് വിളറിയ ചുണ്ണാമ്പ് പോലെ, ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നും ഒന്നിലും എനിക്ക് അറിവില്ല, ആ ഒരു രീതിയിൽ ഇരിക്കുക. അതായിരിക്കും നല്ലതെന്നാണ് കുറൽ സൂചിപ്പിക്കുന്നത്. കുറൽ 714. ഒളിയാർ മുൻ ഒള്ളിയ രാതൽ വെളിയാർ മുൻവാൻ സുതൈ വണ്ണം കൊളൽ ഒളിയുറ്റോർ മുന്നിൽ തിളങ്ങിടാം ശൂന്യരൊത്ത മരണം ചുണ്ണാമ്പിനൊപ്പം. താങ്ക് യു. കുറൽ 714. ഒളിയാർമുൻ ഒള്ളിയ രാതൽ വെളിയാർമുൻ വാൻ സുതൈ വണ്ണം കൊളൽ. Behave as erudite before learned and ignorant before untaught. An eloquent, tireless and fearless speaker can rarely be prevailed upon by anyone. The moral lesson of Tirukural 714 is to adapt your behavior to your audience. Be brilliant in the company of wise people and humble when with those who are be brilliant in the company, those who are less knowledgeable. This aphorism advises social intelligence and discretion, suggesting that one should be a shining example among intellectuals and remain plain and simple among the less learned. The core moral of this Qural is about being socially and intellectually aware. It's about demonstrating respect and using social intelligence to communicate effectively and appropriately, rather than imposing your own brilliance on everyone, regardless of context. Uliyarmun Ulliya Radal Veliyar Munman Sudai Vannam Kolal. Thank you, sir. Over. അടുത്ത കുറൾ 715. നன்று എൻ്റവറ്റുള്ളും നൻ്റെ മുതുവരുൾ മുന്ത് കിളവാ ചെറിവ്. ഇത് ഇപ്പൊ നമ്മൾ സദസ്സൊക്കെ പറഞ്ഞു. ഇനി സദസ്സിൽ എങ്ങനെ പ്രവർത്തിക്കണം, നല്ലൊരു സദസ്സിരിക്കാണ്, ആ സദസ്സിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതാണ് നൻ്റെ എൻ്റവറ്റുള്ളും നൻ്റെ. നല്ല സ്വഭാവം, നമ്മൾക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഇതൊക്കെയാണ് നല്ല സ്വഭാവം, ഈ കുട്ടിക്ക് നല്ല സ്വഭാവം ഇല്ല, അല്ലെങ്കിൽ ഇതാണ് നല്ല സ്വഭാവം എന്ന് മനസ്സിലാക്കിക്കൂടെ, ഇങ്ങനെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അപ്പം അതിൽ ഈ നല്ല സ്വഭാവം എന്ന് പറയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മുതുവരുൾ മുന്ത് കിളവാ ചെറിവ്. നമ്മെക്കാളും എല്ലാ കാര്യങ്ങളിലും, നമ്മളെക്കാളും ഏജിൽ മുതിർന്നവരായിരിക്കാം, ഇനി അറിവിൽ മുതിർന്നവരായിരിക്കാം, എല്ലാ വകയിലും നമ്മളെക്കാളും മുതിർന്നവരായിരിക്കാം. അത് ഏതായാലും ശരി തന്നെ. അവരുള്ള ആ സദസ്സിൽ മുന്ത് കിളവാ ചെറിവ്, ഞാൻ പറയാം എന്ന് മുന്നേ കൂട്ടി ചെന്ന് പറയരുത്. അവര് പറയുന്നത് എന്താണ് എന്ന് കേട്ട് മനസ്സിലാക്കുക. ആ സദസ്സിൽ നിങ്ങൾക്കൊരു ചാൻസ് വരും, അതുവരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ മുൻകൂട്ടി ചെന്ന് ഞാൻ പറയാം എന്ന് പറയുകയാണെങ്കിൽ അത് അവിടെ മോശമായി തന്നെ കരുതപ്പെടും. അതുകൊണ്ട് ഈ നല്ല സ്വഭാവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് പറയാൻ കാരണം, അങ്ങനെ നമുക്കിപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ, നമ്മൾ പല കാര്യങ്ങളിൽ കേട്ടിട്ടുണ്ട്, നമുക്കിപ്പോൾ സ്റ്റുഡൻസിനുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ചില കുട്ടികൾ അവരുടെ വായിൽ തന്നെ തെറ്റ് പറഞ്ഞിട്ട് അവർക്ക് ഇതും അറിയില്ല അതും അറിയില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു നല്ല മുതിർന്നവർ, ഏജ് മാത്രമല്ല, എക്സ്പീരിയൻസ് മാത്രമല്ല,
അറിവിലും മുതിർന്നവരായിരിക്കുന്ന ആൾക്കാരുടെ സദസ്സാണ്. അവിടെ പോയി നിന്നിട്ട് നമുക്ക് നമ്മുടെ അറിവില്ലായ്മയെ അല്ലെങ്കിൽ നമുക്ക് ഇത്രയേ അറിയൂ എന്നുള്ളതിനെ നമ്മൾ വെളിപ്പെടുത്താൻ ആവശ്യമില്ല. അവിടെ നിങ്ങൾക്ക് ചാൻസ് തരുമ്പോൾ മാത്രമേ സംസാരിക്കാവൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, അല്ല എങ്കിൽ ഇത് മോശമായിരിക്കും. അതുകൊണ്ടാണ് ഇത് എല്ലാ സ്വഭാവങ്ങളിലും ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയാൻ കാരണം. ഇതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൽ 715. നന്ദെന്റെ വറ്റുള്ളും നന്റെ മുതുവരുൾ മുന്തു കിളവാ ചെറുവോ. നന്നിലും നന്നത്രേ വിദ്വസദസ്സിങ്കൽ മുൻനിന്നു ചൊല്ലാത്തടക്കം. തന്നേക്കാൾ വലിയ പണ്ഡിതന്മാരടങ്ങുന്ന സദസ്സിൽ അവരെക്കാൾ മുമ്പേ കയറി സംസാരിക്കാതിരിക്കുന്ന അടക്കം ഏറ്റവും നന്ന്. തന്റെ അല്പത്വവും അവരുടെ മഹത്വവും അവയുടെ താരതമ്യം കൊണ്ട് തനിക്കുണ്ടാവുന്ന അപകർഷവും ഒഴിവാക്കുവാൻ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കണമെന്ന് കുറൽ സൂചിപ്പിക്കുന്നു. കുറൽ 715. നന്ദെന്റെ വറ്റുള്ളും നന്റെ മുതുവരുൾ മുന്തു ഇളവാ ചെറുവു. നന്നിലും നന്നത്രേ വിദ്വസദസ്സിങ്കൽ മുൻനിന്നു ചൊല്ലാത്തടക്കം. താങ്ക് യു. Oral 715. Nande nde vattullum nande mudu varul mundu kilava cheru. Most meritorious virtue is to keep discipline without voluntarily showing off eloquence in senior circle of scholars. Its knowledge is found in verses focusing on the importance of righteousness, virtue, and the consequence of immoral actions. This hymn advises valuing self-control as a great treasure and emphasizes that a person's greatness is proportionate to the strength of their willpower. It's also pointed to maintaining proper conduct is presented as a foundational element for greatness. It is described as the seed of virtue. Nande nda vattullum nande mudu varul mundu kilava cheruvu. Thank you, sir. Over. അടുത്ത കുറൾ 716. ആറ്റിൻ നിலை തളർന്നറ്റേ വിയൻ പുലം ഏറ്റു ഉണർവാർ മുന്നർ ഇഴുക്ക്. ഇത് നമ്മുടെ സദസ്സിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം നല്ലവരാണ് എന്ന് നമ്മളിപ്പോൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായുന്നുണ്ട് ഇന്ന ആള് ഇന്ന സ്വഭാവക്കാരനാണ്. ഇപ്പൊ നമ്മളടുത്ത് എങ്ങനെയാണോ ഇടപഴകുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ തിരിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു നല്ല മനുഷ്യനെന്ന് ഈ ലോകത്തുള്ള എല്ലാവരും, അതായത് അറിയപ്പെടുന്ന എല്ലാവരും തന്നെ ഇദ്ദേഹം നല്ല മനുഷ്യനാണ്, ഇദ്ദേഹം വളരെ ഭവ്യനാണ്, നല്ലപോലെ സംസാരിക്കും, ആർക്കും ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടറൊക്കെ ഉള്ള ഒരാളാണ്. അയാൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അയാളെ കുറിച്ച് കൂടുതൽ സംസാരിക്കും. ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. ഇതിനെയാണ് തിരുക്കുറൾ പോലെ തന്നെ ഒരെണ്ണമാണ് തമിഴില് നാലടിയാർ എന്ന് ഒരു ഇതുണ്ട്. തിരുക്കുറളിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു കാവ്യമാണ് ഈ നാലടിയാർ. അതില് പറയുന്നുണ്ട് കുണ്ടിടയിട്ട വിളക്ക് പോലെ, അതായത് ഈ ഒരു മനുഷ്യൻ നല്ല മനുഷ്യർ, നല്ല സ്വഭാവക്കാര്, നമ്മുടെ ചുറ്റുവട്ടത്ത് എല്ലാവരും നല്ലവരാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് എങ്ങനെയായിരിക്കും പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുന്തിന്മേലിട്ട വിളക്ക്, അതായത് ഒരു മലയുടെ മുകളിൽ കൊണ്ടുവന്ന് ഒരു വിളക്ക് പ്രകാശിക്കുകയാണെങ്കിൽ എങ്ങനെയാണോ അത് മുഴുവനും
അറിയാൻ കഴിയുന്നത്. പ്രകാശിച്ച് അയ്യോ അത് മുകളിലൊരു വിളക്കുണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ഇദ്ദേഹം ചെയ്യുന്ന തെറ്റ് എല്ലാവരും പറയും. കാരണം ആ തെറ്റ് മാത്രമായിരിക്കും പിന്നെ ആൾക്കാർ കാണുന്നത്. അതുപോലെയാണ് ഇതുപോലെ തന്നെയുള്ള കുറളാണ് ഇതും പറയുന്നത്. ആറ്റിനിലെ ഇത്രയും കാലം യാതൊരു തെറ്റും ചെയ്യുന്നില്ല, എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, നല്ല പാത്തിൽ കൂടെ നല്ല വഴിയിൽ കൂടെ തന്റെ ജീവിതം നയിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തി ആറ്റിൻ നിലൈ തളർന്നറ്റേ വിയൻപുല, അങ്ങനത്തെ ഒരാള് തന്റെ നിയന്ത്രണം വിട്ട് താഴെ വീഴുകയാണെങ്കിൽ, തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ കുണ്ടിന്മേലിട്ട വിളക്ക് പോലെ, മലയുടെ മുകളിൽ ഇടുന്ന ഒരു വിളക്ക് എങ്ങനെ പ്രകാശിക്കുമോ അതുപോലെ ഇദ്ദേഹം ചെയ്ത ഒരു തെറ്റ് പുറത്തു വരും. അതുപോലെയാണ് എന്താണ് ഏറ്റു ഉണർവാർ മുന്നർ ഇഴുക്ക്. നമ്മളെക്കാളും നല്ല അറിവുള്ളവരുടെ സദസ്സിൽ ചെന്ന് നമ്മൾ പറയുന്ന മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ അഭിപ്രായം പറയുന്നത്, നമ്മൾ പറയുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയോ അല്ലയോ നമ്മൾ പറയുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. നമ്മൾ അറിയാതെ പറഞ്ഞാലും അറിഞ്ഞു പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. അത് ഏതുപോലിരിക്കും? ഇത്രയും കാലം നല്ല മനുഷ്യനാണ് എന്ന് പേര് കേട്ട ഒരു വ്യക്തി ഒരു സമയത്ത് തൻ്റെ ആ നല്ല രീതിയിലുള്ള ആ ഒരു പാത്തിലൂടെ പോകാതെ ഒരു വേറെ തെറ്റ് ചെയ്ത് താഴെ വീഴുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ആൾക്കാർ ചിരിക്കുന്നത്? അതുപോലെയാണ് ഇതും പറയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ സദസ്സറിഞ്ഞ് നമ്മൾ സംസാരിക്കണം. നമ്മളെക്കാളും മിടുക്കരാണ്, നമ്മളെക്കാളും അറിവുള്ളവരാണ്, മുതിർന്നവരാണ്, ഒരുപാട് അനുഭവമുള്ള ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ പോയി ഞാൻ ഇത് ചെയ്തു, എന്നെ കൊണ്ട് ഇത് പറ്റും, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് തെറ്റ് പറഞ്ഞ് സ്ഥാപിക്കരുത്. അത് വളരെ മോശപ്പെട്ട ഒന്നാണ്. അത് ഏതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നീ ചെയ്തുകൊണ്ട് വന്ന എല്ലാ നല്ല കാര്യങ്ങളും പോവും ഒരു തെറ്റ് ചെയ്യുമ്പോൾ. അത് വീഴുന്നതിന് സമമാണ്. അതാണ് ഈ കുറൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൽ 716. ആറ്റിൻ നിലൈ തളർന്നറ്റേ വിയൻ പുലം ഏറ്റുണർവാർ മുന്നർ ഇഴുക്കു. ധർമ്മം പിഴയ്ക്കും പോലത്രേ മഹത് ഗ്രന്ഥ മർമ്മജ്ഞർ മുന്നിൽ വാക്രംശം. അതായത് മാന്യന്മാരടങ്ങുന്ന സദസ്സിൽ ഓരോരുത്തർ ഇടിച്ചു കയറുന്നതും സഭാമര്യാദയ്ക്ക് നിരക്കാത്ത വിധം പെരുമാറുന്നതും നമ്മൾ കാണാറുണ്ടല്ലോ. അത് ഏറ്റവും നിന്ദ്യമാകുന്ന ഒരു കാര്യമാകുന്നു. മഹത്തായ ഗ്രന്ഥങ്ങളുടെ സാരാംശവും തത്വവുമെല്ലാം നന്നായി അറിഞ്ഞ് നിറകുടങ്ങളെ പോലെ വിളങ്ങുന്ന മഹാപണ്ഡിതന്മാർ അടങ്ങുന്ന സദസ്സിൽ ഒരുവൻ ഒരൊറ്റ വാക്രംശം പോലും സംഭവിക്കാതെ സൂക്ഷിച്ചു കൊള്ളണം. അത്തരം ഒരു പിഴ വെറും വാക്പിഴ മാത്രമല്ല, ധർമ്മപ്പിഴയും കൂടിയാണെന്ന് കുറൽ ഓർമ്മിപ്പിക്കുന്നു. വിദ്വാനെ അറിയുന്നു. എ പോയറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ പോയറ്റ് ബെറ്റർ എന്നൊരു ചൊല്ലുണ്ട്. വിദ്യയുണ്ടെങ്കിൽ അത് വിദ്വാന്റെ മുമ്പിൽ നന്നായി പ്രകാശിക്കും. രണ്ടു വിദ്വാൻമാരുടെ കൃത്യമായ സമാഗമം ജ്ഞാനത്തിന്റെ സ്വർഗമായി ഭവിക്കുന്നു. വിദ്വൽ സദസ്സിൽ സ്വയം അവതരിപ്പിക്കുവാൻ ഒരുവന് ലഭിക്കുന്ന അവസരം മഹാഭാഗ്യമാകുന്നു. സ്വയം വളർന്ന് ഫലത്തെ പ്രദാനം ചെയ്യുന്ന സസ്യജാലങ്ങൾ നിരന്നു നിൽക്കുന്ന പാത്തിയിൽ വീണ്ടും വെള്ളമൊഴിക്കുന്നത് പോലെ അത് കൂടുതൽ ഗുണകരമാകുന്നു. കുറൽ 716. ആറ്റിൻ നിലൈ തളർന്നറ്റേ വിയൻ പുലം ഏറ്റുണർവാർ മുന്നർ ഇഴുക്കു. ധർമ്മം പിഴയ്ക്കുമ്പോലത്രേ മഹത് ഗ്രന്ഥ മർമ്മജ്ഞർ മുന്നിൽ വാക്രംശം. താങ്ക് യു. Mistake of getting defamed in front of noble scholars is like deviating from good and get evil affected. കുറൽ 717. குறள் 717. கற்றறிந்தார் கல்வி விளங்கும் கசடு அற சொல் தெரிதல் வல்லார் அகத்து. ഇതില് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ കോളേജിലൊക്കെ എത്രയോ പഠിച്ച കുട്ടികളുണ്ട്. അവരുടെ അടുത്ത് ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരവിടെ സ്റ്റേജിൽ പോയി നിന്ന് വിറയ്ക്കുന്നത് കാണാം. അപ്പോഴായിരിക്കും എനിക്ക് കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഇവരെ നല്ല സ്റ്റഡി ആയിട്ടൊന്ന് സംസാരിക്കാനുള്ള കഴിവിൽ കൊണ്ടുവരാൻ കഴിയാത്തത്? അവിടെ ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്.
പക്ഷേ ഇന്നത്തെ ജനറേഷൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പറയുന്നതൊന്നും അവർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. കുറച്ച് ഭാഗം ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളിൽ എത്ര തന്നെ നമ്മൾ അവർക്കത് എടുത്ത് പറഞ്ഞു കൊടുത്താലും അവരത് പ്രാവർത്തികമാക്കുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഖുറളിൽ എല്ലാം നന്നായി പഠിച്ച് എല്ലാ അറിവും നേടിയ ആൾക്കാരാണ് ഒരു സദസ്സിലിരിക്കുന്നത്. അവരുടെ മുമ്പിൽ വന്ന് നിന്ന് നല്ലതുപോലെ പറയാൻ കഴിവുള്ള ആളുടെ ആ കഴിവ് അപ്പോഴാണ് പ്രകാശിക്കുന്നത്. എല്ലാവർക്കും നല്ല അറിവുള്ള ആൾക്കാരാണ്. അവരുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ഇവർക്ക് പറയാനുള്ളത് മുഴുവനും പറയാനും കഴിയും. അപ്പോഴാണ് ഇവർ പഠിച്ച പഠിപ്പെന്താണ്, ഇവരെന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, ഇവരുടെ കഴിവെന്താണ് എന്നത് പ്രകാശിക്കും. അതാണ് കറ്ററിന്താർ കൽവി വിളങ്ങും. കറ്ററിന്താർ എന്ന് പറഞ്ഞാൽ പഠിച്ചവര്. അവർ പഠിച്ച പഠിപ്പ് അല്ലെങ്കിൽ അവരെന്താണോ പഠിച്ചത് അത് വിളങ്ങും എന്ന് പറഞ്ഞാൽ പ്രകാശിക്കും. കസട് അറ ചൊൽ തെരിതൽ വല്ലാരകത്ത്. കസട് അറ എന്ന് പറഞ്ഞാൽ തെറ്റില്ലാതെ, ഒരു കുറ്റവുമില്ലാതെ എങ്ങനെയുള്ള വാക്കുകളാണ് പ്രയോഗിക്കേണ്ടത്, എത്തരത്തിലുള്ള വാക്യങ്ങളെ പ്രയോഗിക്കണം. ചിലരാണെങ്കിൽ എസ്പെഷ്യലി ഈ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രശ്നം, കുട്ടികൾ പറയുന്ന വാക്കുകളിൽ സിംഗുലർ ഉണ്ടോ, പ്ലൂറൽ ഉണ്ടോ, സെന്റൻസ് മേക്കിംഗ് ശരിയാണോ, ഇതെല്ലാം ശ്രദ്ധിക്കും. ഇത് പോലും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. അത് അങ്ങനെ ഒരു മിസ്റ്റേക്കുമില്ലാതെ, ഒരു തെറ്റുമില്ലാതെ അവിടെ നിന്ന് പതറാതെ, വാക്കുകൾ കിട്ടാതെ പതറുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവര് വായിച്ചിട്ടില്ല, വായനാശീലം കുറവാണ്, അതുകൊണ്ടാണ് വാക്കുകൾ കിട്ടാത്തത്. അപ്പൊ വൊക്കാബുലറി ഇല്ല എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പതറലും ഇല്ലാതെ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചൊൽതെരിതൽ വല്ലാരകത്ത്, അന്നാണ് അവരുടെ അവർ ഇത്രയും കാലം പഠിച്ച പഠിപ്പിന്റെ മഹിമ വെളിപ്പെടുന്നതാണ്. അത് അവർ പറയുന്ന രീതി അനുസരിച്ചുമുണ്ട്. കസടേറ ചൊല്ലണം, തെറ്റില്ലാതെ യാതൊരു പിശകുമില്ലാതെ പറയാൻ കഴിയുമാണെങ്കിൽ അവിടെയാണ് അവരുടെ പഠിപ്പ് പ്രകാശിക്കുന്നത്. ഇതാണ് ഈ ഖുറൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഖുറൽ 717. കറ്ററിന്താർ കൽവി വിളങ്ങും, കശറട ചൊൽ തെരിതൽ വല്ലാരകത്തു. വിജ്ഞരുടെ വിദ്യയോ തെളിയുന്നു, കരടറ്റ ചൊൽപ്പൊരുൾ കണ്ടോർതൻ സഭയിൽ. ഖുറൽ 717 പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന പ്രേക്ഷകരുടെ സ്വഭാവം, അറിവ്, മാനഭംഗി എന്നിവയ്ക്ക് അനുസരിച്ച് സംസാരിക്കുന്നത് ബുദ്ധിമാന്റെ ഗുണമാണ്. ആവശ്യമായ സ്ഥലത്ത് അശ്രദ്ധമായോ അയോഗ്യമായോ സംസാരിക്കുന്നത് സംസാരിക്കുന്നവന് തന്നെ അപകീർത്തി വരുത്തുമെന്നാണ് ഈ ഖുറൽ അർത്ഥമാക്കുന്നത്. അതിനാൽ എന്തു പറയണം, എപ്പോൾ പറയണം, ആരോട് പറയണം എന്ന ബോധമുള്ളവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. ഭഗവത്ഗീതയിൽ അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിൽ 15-ാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറയുന്നു: അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാഗ്മയം തപ ഉച്യതേ. മറ്റുള്ളവർക്ക് വേദന നൽകാത്തത്, സത്യമായത്, പ്രിയവും ഹിതകരവുമായ വാക്കുകൾ സംസാരിക്കൽ, ഇതാണ് വാക് തപസ് എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. ഖുറൽ 717. കറ്ററിന്താർ കൽവി വിളങ്ങും, കഷടറ ചൊൽ തെരിതൽ വല്ലാരകത്തു. വിജ്ഞരുടെ വിദ്യയോ തെളിയുന്നു, കരടറ്റ ചൊൽപ്പൊരുൾ കണ്ടോർതൻ സഭയിൽ. താങ്ക് യു. സാർ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. ആയില്ലോ സാറേ, സാറ് മ്യൂട്ട് മ്യൂട്ടായി, ആയില്ലല്ലോ. വീണ്ടും ആയി. ഒന്നായതല്ല. റോയ് സാർ വീണ്ടും മ്യൂട്ടാണേ.
ശരിയായില്ലേ? ഹലോ, ശരിയായി. ഇപ്പൊ ശരിയായി. ഓക്കെ. Qural 717 states that the learning of the learned will shine brightly when they speak before an audience capable of faultlessly understanding their words. The expertise of the erudite is enhanced by addressing an audience that can grasp their speech perfectly, as it is a rewarding experience for both. The Quran English translation, knowing of learned will shine in front of scholars with impeccable speaking skill. That explains the Quran emphasizes the importance of addressing a suitable audience, just as a skilled gardener's effort is more impactful when watering a healthy growing plant. A learned person's knowledge is best conveyed to an audience that is receptive and capable of understanding it. Speaking to such an audience makes their knowledge more impactful and enhances the expertise. Thank you. So, കുറൾ 718 ഉണർവതുടയാർ മുൻ ചൊല്ലൽ വളർവതൻ പാത്തിയുൾ നീർ ചൊരിന്തറ്റ്. അതായത് ഇതും ഈ പഠിച്ചവരുടെ ലക്ഷണങ്ങൾ, അവരെന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതിനെയാണ് ഈ പാട്ടും ഈ കുറളും പറയുന്നത്. അതായത് മറ്റുള്ളവരെ പറയാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് പല അറിവ് നേടിയ വ്യക്തികളുടെ മുന്നേ, അതാണ് ഉണർവതുടയാർ മുൻ ചൊല്ലൽ. ഉണർവതുടയാർ എന്നാൽ മറ്റുള്ളവർ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് ആ അറിവ് നേടിയവരല്ല, താനെ സ്വയം അറിവ് നേടിയവർ. അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരുപാട് അറിവ് നേടും. കാരണം എന്ന് വെച്ചാൽ ഈ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പോലും ഇന്ന് പലർക്കും മടിയുണ്ട്. പക്ഷേ സ്വയം അറിഞ്ഞെടുക്കുക, സ്വയം അത് എന്താണെന്ന് മനസ്സിലാക്കുക, ഇതെനിക്ക് വേണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടി പഠിക്കുക, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എപ്പോഴും മിണ്ടാതിരിക്കില്ല. അവരെപ്പോഴും എന്താണെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അവർ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർ ശരിക്കും നല്ല ജ്ഞാനമുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ഒരു അതാണ് ഉണർവതുടയാർ, ആരും തന്നെ പറഞ്ഞു കൊടുക്കാതെ സ്വയം തന്നെ നേടിയ കഴിവ്. അങ്ങനെയുള്ളവരുടെ മുന്നിൽ ചൊല്ലൽ എന്ന് പറഞ്ഞാൽ ഈ പഠിച്ചവർ ആ സദസ്സിന്റെ മുമ്പിൽ നിന്ന് പറയുന്നത്, അത് എന്തുമായിക്കോട്ടെ, ആ സദസ്സിൽ ചെന്ന് എന്തെങ്കിലും ഒരു പ്രസന്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എന്തിനെ പോലെയാണ് എന്ന് പറയുന്ന വെച്ചാൽ വളർവതൻ പാത്തിയുൾ നീർ ചൊരിന്തറ്റ്. വളർന്നു വരുന്ന ഒരു തൈ, അതിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നന്നായി വളരും. അതുപോലെയാണ്. കാരണം എപ്പോഴും ഈ അറിവില്ലാത്ത ഈ തമിഴിൽ പറയാറുണ്ട്, നിറൈക്കുടം തഴുമ്പാത് കുറക്കുടം തഴുമ്പും. അതായത് അരക്കുടം. എപ്പോഴും നല്ലപോലെ അറിവുള്ളവര് എനിക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കില്ല. പക്ഷെ ഈ അരക്കുടം എന്ന് പറയുന്ന ആൾക്കാർ കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ, അരക്കുടം ഉണ്ടെങ്കിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പി വെള്ളം കളയും. അതുപോലെയാണ് ഈ അധികം അറിവില്ലാത്തവര്. അറിവുള്ളവർ അവരുടെ മുമ്പിൽ ചെന്ന് അവരുടെ അറിവ് പറയുമ്പോൾ ഇതൊക്കെ ഒന്നുമല്ല എന്ന് ഈ അറിവുള്ളവന്റെ സംസാരത്തിനെ താഴ്ത്തി പറയുകയും അവരെ കുറ്റം പറയുകയും ചെയ്യും. എന്നാൽ നല്ല അറിവുള്ളവരുടെ മുമ്പിൽ ചെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെന്തായിരിക്കും നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ അറിവ് നേടാനുള്ള വഴികൾ നമുക്ക് തരും. ഇത് നമുക്ക് ഏതൊരു വ്യക്തിയായാലും ഈ പറയുന്ന ആള് എത്രത്തോളം ബുദ്ധിമുട്ടിയായിരിക്കും ഈ കാര്യങ്ങൾ റെഫർ ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ മാനിക്കണം എന്ന ഒരു ബോധം ആർക്കുണ്ടാവും? ഈ കേൾവിക്കാർക്ക് ഉണ്ടാവും. അത് തീർച്ചയായും നല്ല അറിവുള്ളവർക്കേ അത് പറ്റൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ സദസ്സിൽ ചെന്ന് ഒരു തെറ്റും കൂടാതെ ഒരാൾക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അത് ഒത്തുള്ളതാണ്? ഒരു വളർന്നു വരുന്ന ഒരു തൈക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെയാണ് എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 718 ഉണർവതു ഉടയാർ മുൻചൊല്ലൽ
വളർവതൻ പാത്തിയുൾ നീർ ചൊരിന്തറ്റു. വിജ്ഞർതൻ വേദിയിൽ ചൊല്ലൽ വളർച്ചെടിപ്പാത്തിയിൽ നീർ വീഴ്ത്തൽ പോലെ. അതായത് ജ്ഞാനസമ്പന്നരായ വിദ്വജ്ജനങ്ങളുടെ സദസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം ആണ് സംസാരിക്കുന്നത്. ഇപ്രകാരം സംസാരിച്ച് ശീലമുള്ള ഒരു വിവേകികളായ ആളുകൾക്ക് ഒരു വിദ്വൽ സദസ്സിൽ സ്വയം അവതരിപ്പിക്കുവാൻ ഒരുവന് ലഭിക്കുന്ന അവസരം ഏറ്റവും മഹാഭാഗ്യമാകുന്നു. സ്വയം വളർന്ന് ഫലത്തെ പ്രദാനം ചെയ്യുന്ന സസ്യജാലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പാത്തിയിൽ വീണ്ടും വെള്ളം ഒഴിക്കുന്നത് പോലെ അത് കൂടുതൽ ഗുണകരമാകുമെന്ന് ഈ ഖുറൽ സൂചിപ്പിക്കുന്നു. ഖുറൽ 718 ഉണർവത് ഉടയാർ മുൻ ചൊല്ലൽ വളർവതൻ പാത്തിയുൾ നീർ ചൊരിന്തറ്റു. വിജ്ഞർതൻ വേദിയിൽ ചൊല്ലൽ വളർച്ചെടിപ്പാത്തിയിൽ നീർ വീഴ്ത്തൽ പോലെ. താങ്ക് യു. Speech delivered before the men of grasping power is like watering a growing plant. ഖുറൽ 719. ഖുറൽ 719. പുല്ലവയുൾ പൊച്ചാന്തും ചൊല്ലർക്ക് നല്ലവയുൾ നൻകു ചെല ചൊല്ലുവാർ. അതായത് എവിടെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അതായത് ഇപ്പൊ പഠിച്ചവർക്കാണെങ്കിൽ പഠിച്ച ആൾക്കാരുടെ ഇടയ്ക്ക് മാത്രമേ നമുക്ക് ഒരു ആ പഠിപ്പിന്റെ വില മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, സദസ്സിൽ നല്ല അറിവുള്ള ജ്ഞാനമുള്ളവരുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവാണ്. അവരുടെ പഠിപ്പിന്റെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും, അത് കുറച്ചുകൂടി പ്രകാശിക്കുമെന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് നല്ല അറിവുള്ളവരുടെ മുമ്പിൽ മാത്രമേ നമ്മുടെ അറിവ് പ്രകാശിക്കാവൂ, പ്രകടിപ്പിക്കാവൂ. അതല്ലാതെ ഒട്ടും അറിവില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ, അതായത് മോശമായ സംസാരശീലവും സ്വഭാവമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കരുത്. അവരുടെ അടുത്ത് പോയി, അതായത് ഒരു പൊട്ടത്തരം വിളിച്ച് പറയുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്ന് അറിവുള്ളവരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിഡ്ഢിത്തരമാണ്. അതുകൊണ്ടാണ് പുൽ അവയുൾ പൊച്ചാന്തും ചൊല്ലർക്ക. പുല്ലവയുൾ എന്ന് പറയുന്നത് മോശമായവർ, പുല്ലർ എന്ന് പറയും. അതായത് ശരിക്കും ജ്ഞാനമില്ലാത്തവർ, എങ്ങനെയാണ് സംസാരിക്കണം എന്നുള്ള ഒരു സംസ്കാര ശേഷി പോലും ഇല്ലാത്ത ആൾക്കാര്, അവരുടെ അവിടെ പോയിട്ട് നല്ലത് മാത്രം സംസാരിക്കുന്ന, നല്ല കാര്യങ്ങൾ എടുത്തു പറയുന്ന ഒരു വ്യക്തി. പുല്ലവയുൾ പൊച്ചാന്തും ചൊല്ലർക്ക നല്ലവയുൾ നൻകു ചെല ചൊല്ലുവാർ. നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതും നല്ല സദസ്സിൽ ചെന്ന് തൻ്റെ അറിവും ജ്ഞാനവും പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി മോശമായ ആൾക്കാരുള്ള സദസ്സിൽ ചെന്ന് സംസാരിക്കുകയും ചെയ്യരുത്. അവിടെ വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ അവരതിൻ്റെ വില മനസ്സിലാക്കുകയില്ല, മോശമായ അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത്. കാരണം എപ്പോഴും ഈ പാമ്പിൻകാൽ പാമ്പറിയും എന്ന് തമിഴിലൊരു ചൊല്ലുണ്ട്. അതായത് പാമ്പ് ഇരിക്കുന്ന സ്ഥലം പാമ്പിനെ അറിയാൻ പറ്റൂ. അതുപോലെ ഈ മോശമായ വ്യക്തികൾ എപ്പോഴും മോശമായ വ്യക്തികളോട് മാത്രമേ കൂട്ടുചേരൂ. അവിടെ പോയി ഒരു 100 പേര് കൂടുന്ന സ്ഥലത്ത് ഒരു 5 പേര് മാത്രമേ നല്ല പഠിപ്പറിവുള്ള സംസ്കാരമുള്ള ആൾക്കാരുള്ളൂ എങ്കിൽ അവർക്ക് അവിടെ യാതൊരു വിലയും കാണത്തില്ല. കാരണം മെജോറിറ്റി ഈ അറിവില്ലാത്തവരാണ്. അപ്പൊ അവർ അറിവില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തുകൊണ്ട് പോകൂ. അവരുടെ അടുത്ത് പോയി നമ്മളൊരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയും അറിവുണ്ട്, ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി പോലും അവർക്ക് കാണില്ല. അപ്പൊ അവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ടാണ് നൻകു ചൊല്ലുവാർ, ഒന്നും പറയരുത്, അത് ആ അവയിൽ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് ഈ ഖുറൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഖുറൽ 719 പല്ലവയുൾ പൊച്ചാന്തും ചൊല്ലർക്ക നല്ലവയുൾ നൻകു ചെല ചൊല്ലുവാർ. ചൊല്ലരുത് ശൂന്യരോട് മറവിയിലും അറിവുറ്റ നല്ല സഭയിൽ നന്നു ചൊല്ലുവോർ. ജ്ഞാനസമ്പന്നരായ വിദ്വജ്ജനങ്ങളുടെ സദസ്സിൽ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ശീലമുള്ള വിവേകികൾ നിസ്സാരന്മാരും അവിവേകികളും അടങ്ങുന്നവരുടെ സഭയിൽ ഒരിക്കലും കടന്നു ചെല്ലരുത്, ഒരു വാക്കുപോലും ചൊല്ലരുത്. കേൾക്കുന്നവർ അതിന്റെ വില അറിയാത്തത് കൊണ്ട് ആ വാക്ക് നഷ്ടം, അത് പറയാൻ ഒരുങ്ങിയ സമയം നഷ്ടം, സ്വന്തം വില നഷ്ടം. ഇതൊക്കെ പോരാഞ്ഞിട്ട് വിദ്വജ്ജനങ്ങളുടെ അവജ്ഞയ്ക്കും അത്തരം സന്ദർഭങ്ങൾ ഇടവരുത്തും. വിവേകികളായ വിദ്വാൻമാർ തന്റെ ഗണത്തിൽ ചേർന്ന സമാന സ്വഭാവക്കാരായ ജ്ഞാനികളോട് മാത്രമേ ആശയവിനിമയം നടത്താവൂ. മറിച്ച് സഖ്യവും സംഭാഷണവും ഒക്കെ അവിവേകികളായ അധമന്മാരോട്
ആണ് എന്ന് വരികിൽ അശുദ്ധമായ മുറ്റത്ത് തൂവിക്കളയുന്ന അമൃത് പോലെ അത് നിഷ്പ്രയോജനമായി തീരുന്നുവെന്നും ഖുറൽ സൂചിപ്പിക്കുന്നു. ഒരു വാക്ക്, ഒരു സംഭാഷണം ഒരു സാമ്രാജ്യത്തെ സൃഷ്ടിക്കുന്നു. അത് ഭൗതിക സാമ്രാജ്യമാവാം, സൗഹൃദ സാമ്രാജ്യമാവാം, യശസ്സിന്റെ സാമ്രാജ്യമാവാം. അതുകൊണ്ട് വാക്കും വാളും പിഴയ്ക്കരുത്, വാക്കും നാക്കും ഒരിക്കലും പിഴയ്ക്കരുത്. ഖുറൽ 719. പല്ലവയുൾ പൊച്ചാന്തും ചൊല്ലർക്ക നല്ലവയുൾ നൻകു ചൊല്ലുവാർ. ചൊല്ലരുത് ശൂന്യരോട് മറവിയിലും അറിവുറ്റ നല്ല സഭയിൽ നന്നു ചൊല്ലുവാർ. താങ്ക് യു. Qural 719 states that those who are skilled at speaking in the company of good people should not even forgetfully speak in the gathering of the ignorant. The Qural emphasizes that a learned person should exercise discretion and refrain from speaking to an inappropriate audience, as it can devalue their wisdom and knowledge. The English translation of the Qural said, those giving good talk to scholarly audience should not speak even by mistake to idiots. This couplet advises that a person with the ability to speak insightful things to a wise and understanding audience should not do so in a gathering of the unintelligent or ignorant. Speaking before an unfitting audience can be like throwing away the elixir of life into the drains, as the message will be wasted and potentially misunderstood, losing its value. Thank you. Over. അവസാനത്തെ ഖുറലാണ് 720. ഇപ്പൊ 719-ലും 20-ലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ എത്ര തന്നെ പഠിച്ചവരായാലും നമ്മൾ എങ്ങനെയൊക്കെ പ്രതികരിക്കണം, എങ്ങനെ നിൽക്കണം. അതായത് ഈ പഠിക്കാത്തവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അറിവില്ലാത്തവരുടെ മുമ്പിൽ പോയി നമ്മുടെ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ സമയവും നമ്മുടെ ബുദ്ധിയും വേസ്റ്റ് ആക്കരുത്. അതാണ് ഈ രണ്ട് ഖുറലിലും പറഞ്ഞിരിക്കുന്നത്. അവസാനത്തത് 720-ാമത്തെ ഖുറലിലും അത് തന്നെയാണ് പറയുന്നത്. അങ്കണത്തുൾ ഉക്ക് അമിഴ്തറ്റാൽ തം കണത്തർ അല്ലാർമുൻ കോട്ടിക്കൊളൽ. അതായത് നമ്മളിപ്പോ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, എല്ലാ ജ്ഞാനവുമുണ്ട്, ഒരുപാട് വ്യക്തികളെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യനോട് ചെന്ന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത് കേൾക്കുകയില്ല. അപ്പോൾ അത് നമ്മുടെ ടൈം വേസ്റ്റ് ആണ്. അതിനാണ് നമ്മൾ എപ്പോഴും ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ചെവിടം കാതിൽ ചങ്കൂതുന്നത് പോലെ. അതായത് തമിഴിൽ പറയുന്നത്, ഒരു കാത് കേൾക്കാത്ത ഒരാളുടെ ചെവിയിൽ ചെന്ന് നമ്മൾ ശംഖ് വെച്ച് ഊതിയിട്ട് വല്ല കാര്യമുണ്ടോ? അത് ശംഖിന്റെ മഹിമ വല്ലതും അയാൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് ഇവിടെയും ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്കണത്തുൾ, അതായത് തം കണത്തർ അല്ലാർമുൻ കോട്ടിക്കൊള്ളൽ. അതായത് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച്, ഈ സ്റ്റാറ്റസ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പഠിപ്പാണ്. നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരുമൊത്ത് നല്ല ജ്ഞാനമുള്ളവർ. ചില സമയത്ത് നമുക്ക് പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ പോലും കുറച്ചുകൂടി വിവേക ബുദ്ധി കാണും, അവർക്ക് കുറച്ചുകൂടി മാന്യമായി പെരുമാറാൻ അറിയും. അങ്ങനെയുള്ള ആൾക്കാരെടുക്കാം. അപ്പം നല്ല ജ്ഞാനമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് അറിയാറുണ്ട്, ചില പാരൻസ് വരുന്നുണ്ട്, അവർ പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ നല്ലപോലെ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പഠിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ മക്കൾ പഠിക്കണം, അതിൻ്റെ മഹിമ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പറയാം നല്ല രീതിയിൽ സംസാരിക്കുന്ന സംസ്കാരമുള്ള ആൾക്കാരാണ്. ഇത് അങ്ങനെയല്ല. അതുപോലെ നമ്മളുമൊത്ത് യോജിക്കുന്ന, നമ്മുടെ തരാതരത്തിന് ഒത്തു പോകുന്ന ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാവൂ, ഞാൻ പഠിച്ച വിഷയങ്ങൾ പങ്കുവെക്കാവൂ. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളെക്കാളും എഡ്യൂക്കേഷൻ ഒട്ടും ഇല്ലാത്ത ഒരാളെടുത്ത് പോയി ഞാൻ ഇതാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ എനിക്ക് ഇത്ര ലാംഗ്വേജ് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു യൂസും ഇല്ല. അവിടെ നമ്മുടെ ടൈം വേസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അത് ഏതുപോലെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്കണത്തുൾ ഉക്ക
ഉക്ക അമിഴ്തറ്റാൾ. അങ്ങനെ ചെന്ന് നമ്മളെക്കാളും താഴ്ന്ന ആൾക്കാരോട് പോയി ഒരു വിവേകവും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത്, ഒരു എഡ്യൂക്കേഷനോ അല്പം പോലും ജ്ഞാനമില്ലാത്ത ആൾക്കാരോട് ചെന്ന് നമ്മൾ നമ്മുടെ ജ്ഞാനത്തെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണെങ്കിൽ അത് ഏതിനോടൊപ്പം സമമാണ് എന്ന് പറയുന്നതിനാൽ അങ്കണത്തുളുക്ക. നമ്മളിപ്പോ ഓട എന്ന് പറയാം, നമുക്ക് വേണമെങ്കിൽ മുറ്റം എന്നാണ്. വൃത്തിയില്ലാത്ത മുറ്റത്തിൽ ചെന്ന് അമിഴ്തം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദേവർക്ക് മരിക്കാതിരിക്കാനുള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ അമൃതത്തെ പറയുന്നത്. ആ അമൃതത്തിനെ ഒരു വൃത്തിയും ഇല്ലാത്ത നമ്മുടെ മുറ്റത്ത് കൊണ്ടുവന്ന് ഒഴിക്കുകയാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ അമൃതം എന്ന് പറയുന്നത് കിട്ടാൻ തന്നെ കിട്ടാത്ത ഒരു സാധനമാണ്. അതിനു വേണ്ടി തപസ്സിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ അസുരനും ദേവർക്കും അസുരർക്കും ഇടയെ യുദ്ധമുണ്ടായത്. അപ്പൊ അത്രയും വലിയ ഒരു സംഭവത്തിനെ കൊണ്ടുവന്ന് നമ്മൾ വെറുതെ വേസ്റ്റ് ആയിട്ട്, നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാക്കടയിൽ ചെന്ന് ഒഴിക്കുകയാണെങ്കിൽ അതെങ്ങനെ അതിന് ഒത്തതാണ് ഈ ഒരു വിവേകവുമില്ലാത്ത ജ്ഞാനമില്ലാത്ത ആൾക്കാരുമായി നമ്മൾ സംസാരിക്കുന്നത്. കാരണം അവരുടെ അടുത്ത് പിണങ്ങി നിൽക്കണമെന്നല്ല പറയുന്നത്, അവരുടെ സദസ്സിൽ ചെന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നതും നമ്മൾ പഠിച്ചത് എന്താണ്, നമ്മുടെ ജ്ഞാനം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നതും വേസ്റ്റാണ്. അത് ഏതുപോലെയാണ്? ഇതുപോലെ അമൃതത്തിനെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടിടുന്നതിന് സമമാണ് എന്നാണ് ഈ കുറൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. കുറൽ 720. അങ്കണത്തുൾ ഉക്ക അമിഴ്തറ്റാൽ തങ്കണത്താർ അല്ലാർ മുൻകോട്ടി കൊളൽ. അങ്കണത്തിൽ ചിന്തും അമൃതുപോൽ ഭാഷണം തൻ ഗണത്തോടല്ലെങ്കിൽ. തുല്യ അറിവില്ലാത്തവരോട് എന്തെങ്കിലും സംസാരിക്കുന്നത് മുറ്റത്ത് അമൃത് നനയ്ക്കുന്നതിന് തുല്യമാണ്. വിജ്ഞർ കരിയതാം വാർത്ത അജ്ഞർ മുന്നിലുരയ്ക്കുകിൽ അഴുക്കിൻ ചിതറിപ്പോകും അമൃതിൻ സമാനമാം. കൺക്ലൂഷൻ. നിലപാടില്ലാത്ത പ്രവർത്തനം നീതിമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിനും പരക്കെ വായിക്കപ്പെടുന്നതും എന്നാൽ ഉയർന്ന സ്വീകാര്യത ഉള്ളതുമായ പ്രേക്ഷകരുടെ മുമ്പാകെ അപമാനിക്കപ്പെടുന്നതിനും തുല്യമായിരിക്കും. വാക്കുകൾ കുറ്റമറ്റ രീതിയിൽ ഗ്രഹിക്കാൻ കഴിവുള്ള ഒരു പ്രേക്ഷകനെ അഭിസംബോധന ചെയ്യുന്നതിലൂടെ പണ്ഡിതരുടെ വൈദഗ്ധ്യം വർദ്ധിക്കുന്നു. വ്യക്തമായ ധാരണയുള്ള ഒരു സദസ്സിനു മുമ്പിൽ സംസാരിക്കുന്നത് ഒരു കാർഷിക നഴ്സറിയിൽ സ്വയം വളരുന്ന ഒരു തൈക്ക് വെള്ളം നനയ്ക്കുന്നത് പോലെയാണ്. പഠിച്ച ഒരു വേദിയിൽ വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്നവർ അനർഹമായ വേദിയിൽ യാതൊരു കാരണവശാലും അതേ കാര്യം സംസാരിക്കുന്നത് ഒഴിവാക്കണം. നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു സദസ്സിനു മുമ്പിൽ സംസാരിക്കുന്നത് ജീവിതത്തിന്റെ അമൃത് അഴുക്കുചാലികളിലേക്ക് വലിച്ചെറിയുന്നതിന് തുല്യമാണ്. വളരെ പ്രൗഢമായ ഈ കുറൽ തീർച്ചയായിട്ടും നമ്മളും ആളും തരവും ഒക്കെ അറിഞ്ഞ് സംസാരിക്കണം. സദസ്സിനെയും മുന്നിലിരിക്കുന്ന ആളുകളെയും ഒക്കെ തിരിച്ചറിയണം. പറയുമ്പോൾ കൃത്യമായത് മാത്രം പറയുക, പോഷ്കും പൊളിവാക്കും പറയരുത്. ഇങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മളെയും പഠിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദിയുണ്ട്. ശാന്തി മാം, നയനാർ സാർ, സാബു സാർ, ഓമന ടീച്ചർ, ഉഷ ടീച്ചർ, റോയ് സാർ, ജോർജ് സാർ, എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. ഓവർ ടു ഓമന ടീച്ചർ. Thank you, sir. This Qural is the concluding couplet of the chapter, highlighting the ultimate folly of ignoring the audience. Talking on something to those who have no equal knowledge is like watering nectar over courtyards. Anganathul ukka amirthattal tanganattal allarmun കോട്ടിക്കൊളൽ.
Quran 720 emphasizes that trying to impart profound or specialized knowledge to an assembly that lacks the foundational understanding to grasp is a waste of valuable effort and wisdom. This concept is famously summarized in the English quote, casting pearls before swine. Just as pouring precious life-giving nectar for ambrosia onto a barren courtyard achieves nothing but waste, speaking complex truths to people incapable of appreciating or utilizing them yields no benefit to the speaker or the listeners. A truly wise person understands that the value of knowledge is realized only when it is shared with a receptive and prepared mind. The chapter on the sense of audience, Avayarithal, running from Qural 711 to 720, provides a vital conclusion to Thiruvalluvar's section on effective communication. The main takeaway is that eloquence is useful without contextual awareness. A true orator must first assess the assembly's mood and intellect before uttering a single word. Failing to gauge the audience means risking either sharing profound knowledge with those who cannot understand it, like watering nectar over courtyard. Quran 720, or speaking rashly and causing offense. Therefore, the chapter concludes that knowing when, where, and to whom to speak is the most fundamental policy of successful and meaningful communication. Here is an apt poem summarizing the wisdom of this chapter. The speaker's gauge. Before your well spun words take flight, weigh the minds in your sight. If the ground is hard, the seed won't grow. Your deepest wisdom they will not know. Judge the forum, then release your sound, lest your pearl of speech lie waste on barren ground. Thank you, Sabu sir, for the platform, for providing the space and technology that made this interaction possible. Thank you to Nayanar sir, Shanti ma'am, Usha ma'am, Joshi sir, Roy sir, and George sir for their contributions, engagement, and valuable input or effort. All others, thank you for them for taking the time to tune in, observe, and support the efforts. Thank you, everybody. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. മന്ദ സാർ പറയൂ. വളരെ കൃത്യമായിട്ട് 7:15 മുതൽ 8:25 വരെ വളരെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ടുണ്ട്. ശാന്തി മേഡവും ഉഷ മേഡവും ജോസി സാറും ഓമന ടീച്ചറും എല്ലാം. അത് മാത്രമല്ല, ഓമന ടീച്ചർ വന്നിട്ട് ഇപ്പോ തിരുക്കുറളും വിട്ടിട്ട് ഇപ്പം അവയാറിലായിട്ടും പിടിച്ചിട്ടുണ്ട്. അവയാറുടെ പിന്നെ ജീവിതത്തിലെ സംഭവങ്ങളും കൂടി കൊണ്ടുവന്ന അവയാർ. സാധാരണ അവയാർ എന്ന് പറഞ്ഞാല് എല്ലായിടത്തും എവിടെയും ഏത് രാജ്യത്തും പണ്ഡിത സദസ്സിൽ കയറി ചെല്ലാനുള്ള പാണ്ഡിത്യവും അതിനുള്ള അവകാശമുള്ള ഒരു കവിയത്രിയാണ്. അവരുടെ മിക്കവാറും ആത്തിച്ചൂടി എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് അവയുടെ. അത് നമ്മുടെ സാന്ത്വനം അറിയാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങളുടെ പിന്നെ സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു മത്സരം നടത്തിയാല് 1ഉം 2ആം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഈ 108 എണ്ണം ഉണ്ട്. 108 വരികളാണത്. അത് അത്രയും 1ഉം 2ആം ക്ലാസ്സിലുള്ള കുട്ടികൾ വളരെ നിദാനത്തോടു കൂടിയും വളരെ ഭംഗിയോടു കൂടിയും
സ്ഫുടതോടുകൂടിയും പറയുകയുണ്ടായി. അതിൽ ആദ്യത്തെ ഇത് വന്നിട്ട് അறம் செய்ய വിരുമ്പ്. അறம் செய்ய വിരുമ്പ് എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുക. അടുത്തത് കുറച്ചൊക്കെ ആൽഫബറ്റിക്കലാണ് വരുന്നത്. 60 സിനം. അതായത് 6 എന്ന് പറഞ്ഞാൽ നമുക്ക് തണുക്കുക അല്ലെങ്കിൽ പിന്നെ ക്ഷമിക്കുക എന്നുള്ളതിലാണ്. അത് ദേഷ്യത്തിനെയാണ് ക്ഷമിച്ചു പോകേണ്ടത്. അறம் செய்ய വിരുമ്പ് 60 സിനം. ഇതൊരു ഇങ്ങനെ ഒരു ഒഴുക്കുമട്ടിലാണ്, നല്ലൊരു ഫ്ലോയിലായിരുന്നു. ഒരു കുട്ടിക്ക് 100-ൽ 99 മാർക്കും ടീച്ചർ കൊടുത്തു. അങ്ങനെ 2-3 കുട്ടികളുണ്ടായിരുന്നു. വളരെ അതുപോലെ അതുപോലെയാണ് അവയുടെ എല്ലാ കവിതകളും ശ്ലോകങ്ങളും ഒക്കെ കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണ്. അടുത്തവണ വരുമ്പോൾ ടീച്ചർ കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ നിന്ന് കൊണ്ടുവരട്ടെ എന്ന് പറയുന്നു. പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞാൽ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് വന്നിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്ക് പേടി. കാരണം ഞാൻ ഒന്നും എന്താ പറഞ്ഞാലേ, ഞാൻ ഇത്രയൊന്നും ഡീപ്പായിട്ട് പോകാറില്ല കാര്യങ്ങൾ ഇതാക്കുന്നുണ്ടല്ലേ. പിന്നെ ഈ പറഞ്ഞാല് പ്രതിലത്തിൽ നിന്ന് പറഞ്ഞു നിന്ന് പോകുന്നുള്ളതായിരുന്നു നേരത്തെ രീതി. അപൂർവമായിട്ട് ഇത്തിരി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ അതിനുള്ള ഒരു തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് അതിൽ പങ്കെടുക്കാത്തത്. ശാന്തി മേഡാണ് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ട് അത് ഏറ്റെടുത്തത്. ശാന്തി മേഡത്തിന് തന്നെയാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സിലൊക്കെ എടുക്കാൻ ഉള്ള ഒരു പിന്നെ സന്മനസ്സം ഉണ്ടാകണം. അത് നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനമുള്ളതാണ്. മാത്രമല്ല യൂട്യൂബിൽ കേൾക്കുന്നവർക്കും വളരെ അർത്ഥമുള്ളതും അറിവ് പകർന്നു കൊടുക്കുന്നതും ഒരു യജ്ഞമായിട്ടാണ് ഇത് മാറേണ്ടത്. പിന്നെ ഡോക്ടർ സുധോൻ സാർ ഇവിടെ ഉണ്ട്. സാറ് കേൾക്കാറുണ്ട്, പക്ഷെ ഇതുവരെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പുതിയതായിട്ട് വന്ന ആൾക്കാരെ കുറിച്ചോ അവരുടെ പ്രഭാഷണത്തെ കുറിച്ചോ സാർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ സജിത്ത് എന്ന് പറഞ്ഞിട്ട് തിരുച്ചിറപ്പള്ളിയിലെ സാറുണ്ട്. പുള്ളി കുഴുത്തുറയിലെ സാഹിത്യ സജിത് കുമാർ. സജിത്തും ഒരു ടീച്ചറാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ്. സ്വദേശം മാർത്താണ്ഡത്തിന് അടുത്തുള്ള കുഴുത്തുറയിൽ, അവിടെ കുഴുത്തുറ സാഹിത്യ സൗഹൃദ വേദി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ 2ാമത്തെ ഞായറാഴ്ചയോ അവരൊക്കെ ഒന്ന് ഒത്തുകൂടുകയും അവിടെ കവിതകളും അതായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാറ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതാണ്. നല്ല എന്താ പറഞ്ഞാല് പിന്നെ പുസ്തകങ്ങളും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല വാഗ്മീയാണ്. സാറിനും കൂടി ഇതിലേക്ക് ഒരു ദിവസം വന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ സാർ. സാറ് പറയാം. സജി സാർ എങ്ങനെ ഉണ്ടായിരുന്നു? സാർ പറയാമോ എന്തെങ്കിലും? അഡ്മിറ്റ് ചെയ്തോ? കൊള്ളാം സാർ, സൂപ്പർ. ഞാൻ യാത്രയിലാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ ബൈ. ഓക്കെ, അപ്പോൾ ഇനി ശാന്തി മാം വളരെ മനോഹരമായി, പ്രത്യേകിച്ച് ഈ ആനുകാലിക ന്യൂ ജനറേഷൻ കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം വളരെ വ്യത്യസ്തമായി തോന്നി. യെസ്, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അഡ്മിറ്റ് ചെയ്യൂ. ജോർജ് സാർ, റോയ് സാർ, ക്ഷമം അതൊക്കെ പറയാണെങ്കിൽ പറയൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശാന്തി മാമിനൊരു താങ്ക്സ് ഒക്കെ പറയും. ഇത് ഒരുപാട് വ്യത്യസ്തമായ രീതിയിലാണ് സാറ് പറഞ്ഞ പോലെ ഇതിന്റെ ഒരു നോളജിന്റെ ഏറ്റവും ഡെപ്ത് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് മാം ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ് അത് പറയുക. അത് വളരെ ഞാൻ ചില കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാറുണ്ട്. എനിക്കത് ഒരു പുതിയ അറിവാണ് അതൊക്കെ. പിന്നെ മാം എപ്പോഴും സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ മാമിന്റെ ഒരു എക്സ്പീരിയൻസ് കുട്ടികളെ കുറിച്ചും കോളേജിലുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചും അവരുടെ പേരൻസ് വരുമ്പോഴും വിവിധ സ്റ്റാറ്റസിലുള്ള ആളുകളെ എങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക, അതൊക്കെ ഓരോ എക്സ്പീരിയൻസും ഞങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു എപ്പിസോഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുക. വീണ്ടും വീണ്ടും ഞങ്ങളിത് നമ്മൾ അവതരിപ്പിച്ച പരിപാടിയാണെങ്കിലും വീണ്ടും വീണ്ടും ഇത് യൂട്യൂബിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ്. മാമിന്റെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി, ഞാനൊക്കെ ഓർക്കുവാണ്, ഞാൻ കയറിയപ്പോൾ മാം ഉണ്ട് ഇവിടെ. കറക്റ്റ് 7 മണിക്ക് തന്നെ മാം ഇവിടെ ജോയിൻ ചെയ്യും. അപ്പോൾ അത് ഒത്തിരി നന്ദി, ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. ഈ പ്ലാറ്റ്ഫോമിലെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം കൊണ്ട് മാമിന് നന്ദി പറയുകയാണ്. താങ്ക് യു. അതുപോലെ പങ്കെടുത്ത ഓരോരുത്തർക്കും പാർട്ടിസിപ്പൻസ് എന്താണെങ്കിലും മോഹൻദാസ് സാറ് തന്നെയാണ് ഞങ്ങളുടെ ഗുരു. ഇതിന്റെ ഈ ഒരു തിരുക്കുറളിന്റെ നാഥൻ എന്ന് പറയുന്നത് മോഹൻദാസ് സാറ് തന്നെയാണ്. സാറ് ഇവിടെ ഉണ്ടായാൽ മതി, ഒന്നും പറഞ്ഞില്ലെങ്കിലും സാർ ഇവിടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു സന്തോഷകരം അനുഗ്രഹം. അതുകൊണ്ട് സാറിനും
ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു എല്ലാവർക്കും. സാബു സാറിന്, ഓമൻ ടീച്ചറൊക്കെ ആണെങ്കിലും അവയാറിനെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പോ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കുട്ടികൾക്കും മുതിർന്നവർക്കും 2 വിഭാഗമായിട്ടാണ് അവര് സാഹിത്യം എഴുതിയതെന്ന് അല്ലേ സാറേ, മോഹൻദാസ് സാറേ? 2 വിഭാഗമായിട്ടാണ് ആണോ സാറേ? അവയാറിന്റെ കൃതികൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൃതികളും മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൃതികൾ എന്ന് 2 വിഭാഗത്തിൽപ്പെട്ട കൃതികളെ ആയിട്ടാണ് അതെ തിരിച്ചിട്ടുള്ളത്. അതെ 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 അതെ. അപ്പൊ അതും ഒക്കെ നമുക്ക് ഇത്രേ കൂടുതൽ പറയൂ. ഓക്കെ സർ, താങ്ക് യു എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ഓക്കെ, ജോർജ് സാർ, റോയ് സാർ, മോഹന ടീച്ചർ, ശുദ്ധോധൻ അമ്മ സാർ ടീച്ചർ പറയും. ഉണ്ടായിരുന്നു. അമ്മ ടീച്ചർ പറയും. ശുദ്ധോധൻ സാർ ഉണ്ടായിരുന്നു. സാറ് ഇപ്പൊ വന്നോളൂ. ഞാനുണ്ട് മാഡം. സാറിന്റെ ആ തളികയിലുള്ള സംഭാഷണം ഒന്ന് കേട്ടാ. ഇപ്പൊ വന്നേ ഉള്ളൂ. ലീവ് ലെറ്റർ ഇല്ലാതെ പറ്റത്തില്ല. അല്ലല്ല, ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോ കേൾക്കുകയും ഒപ്പം എന്റെ പേരക്കുട്ടികളുടെ കളി കണ്ടിരിക്കുകയും കൂടെ ആയിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചു അത്. കാരണം ഞാൻ ഒരുപാട് പല വിധത്തിലുള്ള സദസ്സുമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. കർഷകർക്ക് ക്ലാസ് എടുക്കുമ്പോൾ കർഷകരുടെ രീതിയിൽ വേണമെന്നും, അതുപോലെ സ്കൂളിലെ ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ ക്ലാസ്സിന് ടീച്ചേഴ്സിന്റെ ലെവലിൽ വേണമെന്നും, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ 10ാം ക്ലാസ്സിലെയും +2ലെയും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എക്സാം ഫിയർ മാറ്റാനൊക്കെ ഉള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇതായിപ്പോൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിലെങ്ങനെ വേണമെന്നും, അതുപോലെ പേരൻസിന് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ വേണമെന്നും ഒക്കെയുള്ള വലിയ കുറേ പാഠങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ ശരിയാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. നമ്മുടെ അറിവൊക്കെ എങ്ങനെ പ്രവഹിപ്പിച്ചിട്ട് പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ചുണ്ണാമ്പ് പോലെ ഇരിക്കണമെന്നുള്ളതും, അതേപോലെ തന്നെ ഈ ചെടികൾ നിറയെ നട്ടെടുത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ വേണം നമ്മുടെ പ്രഭാഷണവും സംഭാഷണവും എത്താൻ എന്നൊക്കെ ഉള്ളതും ഒക്കെ എനിക്ക് വലിയ പുതിയ അറിവുകളായിരുന്നു. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ, വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇതെല്ലാം ഈ പബ്ലിക് സ്പീക്കിങ്ങും അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഇത്രയും ഗഹനമായിട്ട് ഇത് ഡിഫൈൻ ചെയ്ത് ടൈലർ ചെയ്ത് നമുക്ക് തന്നിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴല്ലേ ഈ ഇലക്ഷനും രാഷ്ട്രീയ പ്രഭാഷണവും പ്രസംഗവും ഇതുമൊക്കെ കൂടെ വന്നിട്ട് ഈ ആളുകൾ പ്രസംഗ പീഡനങ്ങൾ ഏറ്റുപെടയുന്ന ഒരു കാലമാണ് ഇപ്പൊ വരാൻ പോകുന്നതും. പക്ഷെ ഈ പാണ്ഡിത്യ പ്രസംഗങ്ങൾ എങ്ങനെ വേണം, ലളിത സംഭാഷണങ്ങൾ എങ്ങനെ വേണം, നർമ്മ സംഭാഷണങ്ങൾ എങ്ങനെ വേണം, അതേപോലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ ഏത് ലെവലിലേക്ക് നമ്മൾ താഴുകയും പൊന്തുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടെന്നും അതുപോലെ വേണമെന്നുള്ളതൊക്കെ എനിക്ക് വലിയൊരു പാഠമായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നതൊക്കെ. വായിച്ചതും പഠിച്ചതും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ അറിവുകളും ഒക്കെ ഇങ്ങനെ ഒഴുക്കി കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്ക്. പക്ഷെ ഇന്നുകൊണ്ട് ഞാൻ വലിയ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞു. ഞാൻ ബാംഗ്ലൂരാണ്. ഞങ്ങളുടെ വോയിസ് കെ ഇന്റർനാഷണലിന്റെ ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിലൊക്കെ എനിക്ക് സംസാരിക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പോഴൊക്കെ ഞാൻ പണിപ്പെട്ട് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചത് എൻ്റെ പരിസ്ഥിതി വിജ്ഞാനമൊക്കെ ആയിരുന്നു. കോളേജ് സ്റ്റുഡൻസിന്റെ 10-14 കോളേജുകളിലെ സ്റ്റുഡൻസ് വന്ന് പ്രസന്റേഷൻ നടത്തിയപ്പോൾ ജഡ്ജായിട്ടിരുന്നത് ഞാനായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പരിശ്രമിച്ചത് മുഴുവൻ. എന്ന് പറഞ്ഞാൽ അവര് തെറ്റുകൾ തിരുത്തി അവരുടെ മുന്നിൽ ഞാൻ വലിയ പണ്ഡിതനാണെന്നൊക്കെ അഭിനയിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. എനിക്കതിൽ കുറ്റബോധം തോന്നുന്നു ഈ തിരുക്കുറൾ വചനങ്ങളൊക്കെ കേട്ടപ്പോൾ. എനിക്ക് ഇന്നത്തെ ഇത് വലിയ പ്രയോജനം ചെയ്തു. കേട്ട് ആസ്വദിക്കുകയായിരുന്നില്ല, ഞാനത് വ്യക്തി ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുകയായിരുന്നു ചെയ്തത്. അത് ഈ ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരും പ്രസന്റ് ചെയ്യുന്ന രീതി, എനിക്ക് കോളേജിലെ അധ്യാപിക പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയും ടീച്ചേഴ്സിന്റെ രീതിയും ഒക്കെ പറയുന്നതും, അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീകൃഷ്ണനെ ദൂതനയച്ച ഒരു ഭാഗമില്ലേ, ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ആർക്ക് കഴിയും അവരെ എന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസിലൊക്കെ പണ്ട് എന്ത് വഴക്കുണ്ടായാലും തെന്നല കമ്മീഷനെ വെക്കുമായിരുന്നു, ഈ തെളിവെടുത്തിട്ട് അത് ആർക്കും പരിക്കു പറ്റാത്ത രീതിയിൽ. ഇപ്പൊ ശബരിമലയിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. അവിടേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഉടനെ ജയകുമാറിനെയാണ് നിയോഗിച്ചത്. കാരണം അദ്ദേഹം ആർക്കും വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യം കൃത്യമാക്കി അവിടെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ആളെന്നുള്ള രീതി. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ വോയിസ് കെയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ബാംഗ്ലൂർ വരാണ്ടിരുന്ന ആളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയപ്പോഴത്തേ അദ്ദേഹം വന്നില്ല. അതിനൊരു എൽ രാധാകൃഷ്ണൻ IAS ആണ് വന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞല്ലോ, ഇത് കേട്ടാസ്വദിക്കുകയായിരുന്നില്ല ഞാൻ. ഇതെൻ്റെ ഈ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റം, കുടുംബ സദസ്സ്, അതിൽ സംഭാഷണം, ഞങ്ങളുടെയൊക്കെ ഫാമിലി ഗെറ്റ് ടുഗദറിലും ഒക്കെ ഈ ഏത് രീതിയിൽ പോകണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ വളരെ വളരെ ഇന്ന് കൃതജ്ഞത കൊണ്ട് നിറയുകയാണ് എൻ്റെ മനസ്സ്. ഈ തിരുക്കുറളിൻ്റെ ഏറ്റവും മഹത്തായ
ആയ ഭാഗമായിരുന്നു ഞാനിന്ന് കേട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാംഗ്ലൂരാണ്, നാളെ മടങ്ങിയെത്തും പാലക്കാടേക്ക്. കൺക്ലൂഡ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. Okay, sir. വളരെ നന്ദിയുണ്ട് സാർ. ഉം. വളരെ പ്രചോദനം തരുന്ന ഒരു ഇതാണ് സാറിന്റെ ഓരോ വാക്കുകൾ. കാരണം അറിയോ, നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, അനുവാദികളിൽ എങ്ങനെ ചെന്ന് എത്തുന്നു, അവരെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് തരുന്നത്. അറ്റ്ലീസ്റ്റ് സാറ് ഒരു മാനസാന്തരം ഉണ്ടായെന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ലാസ് കൊണ്ടുള്ള ആ മഹത്വം വളരെ ഇതായിട്ട് പിന്നെ വളരെ ഉയരത്തിലായിട്ട് പോയിട്ടുണ്ട്. നന്ദിയുണ്ട്. അതെ സർ, എല്ലാരും പ്രസംഗം പറയുമ്പം അവരവരുടെ പാണ്ഡിത്യം അങ്ങോട്ട് പുറത്തേക്ക് ഇടുവാണ്. അവര് ആലോചിച്ച് വന്ന പാണ്ഡിത്യം അങ്ങ് പുറത്തേക്ക് ഇടുവാണ്. അല്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വളരെ കുറവാണ്. അതിനൊരു ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ഇത്രയും മുമ്പേ, ക്രിസ്തുവിനൊക്കെ മുമ്പേ എഴുതിയതല്ലേ, അത്രയും മുമ്പേ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെയാണ് എല്ലാവരും പ്രസംഗം പറയുന്നത്. പിന്നെ ഔവ്വയാറ് ഈ തിരുവള്ളുവറിന്റെ സഹോദരിയാണോ എന്നൊരു സംശയം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഔവ്വയാറ് തിരുവള്ളുവരും രണ്ട് ജാതിയിലാണെന്നാണ് പിന്നീട് മനസ്സിലായത്. പക്ഷെ സമകാലീനരായിരുന്നു. ഓക്കെ, സാറോട് പറയും. അതെ, നമ്മള് പലതും ശ്രദ്ധിക്കാതെ പോകുന്ന സദസ്സിലും മറ്റിടത്തും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളിൽ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഇതിൽ കൂടുതൽ ഒരു ഇൻസൈറ്റ് കിട്ടാനില്ല. അപ്പൊ നമുക്ക് തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്യണമെന്നും അത് ശരിയായ രീതിയിലല്ല നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നതെന്നും ഒരു ഇൻസൈറ്റ് കിട്ടി. അതെങ്ങനെയൊന്നും എങ്ങനെ വേണം ചെയ്യാനെന്നുള്ള കാര്യം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ആ. എല്ലാവർക്കും ഇതാണ് സഭ കമ്പമില്ലായ്മ. സ്റ്റേജ് സഭാകമ്പം. അവൈ അഞ്ചാമ സഭാകമ്പം. കമ്പമില്ലായ്മ. സഭാകമ്പമില്ലായ്മ. ആ, സ്റ്റേജ് ഫ്രൈറ്റ്. അതിന്റെ ഒരു കാര്യം ഇന്ന് ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. സഭാകമ്പം ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വൊക്കാബുലറി, പറയാനുള്ള വാക്കുകളില്ല. പിന്നെ എങ്ങനെ സഭാകമ്പം ഉണ്ടാകാതെ? എന്താണ് പറയേണ്ടതെന്ന് അതിന് നമ്മൾ വായിക്കണം നന്നായിട്ട്. എന്താ പറഞ്ഞാല് അധികം വായിച്ചാൽ നല്ല മാത്രമേ റിഹേഴ്സൽ വേണമെന്ന് പറയും. നല്ല റിഹേഴ്സൽ വേണം. യെസ്, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം ശാന്തി മാം, താങ്ക് യു വൺസ് അഗെയിൻ. മോഹൻദാസ് സാർ, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി. അതുപോലെ ഇന്നത്തെ പുതിയ അതിഥി സജീത് സാർ, എല്ലാം പിടിച്ചെടുത്ത ശുദ്ധോദനൻ ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം. നാളത്തെ ഒരു വിശേഷമാണ്. ജോർജ് സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ജോർജ് സാറോടെ. ജോർജ് സാറ് ചോറിന് പോയോ? നാളെ ജോർജ് സാറിന്റെ നാളെ എന്താ ക്ലാസ്. എടുക്കുന്നത്? പറഞ്ഞില്ലല്ലോ, ടോപ്പിക്ക് പറ. നാളെ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ തുടക്കം അങ്ങനെ ആഗ്രഹിക്കുന്നു. കോമൺ ലേമൻ സൈക്കോളജി. അത്ര ഉള്ളോ? വേറെ ടൈറ്റിൽ ഉണ്ടോ? ടൈറ്റില് സ്ട്രോക്ക് തുടങ്ങാം സാറേ. സ്ട്രോക്ക് 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 ഞാൻ ലേമൻ സൈക്കോളജി അല്ലെ? ലേമൻ സൈക്കോളജി ഓക്കെ, ഏറ്റവും ഉചിതമായ ഹെഡിങ് സാറ് കൊടുത്തു. അതാണല്ലോ ഞങ്ങളുടെ ബ്രാൻഡ് നെയിം. ഓക്കെ, അത് സാറ് ഉള്ളപ്പോ നമ്മളെന്തിനാ അതൊക്കെ കുറിച്ച് പറയുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാറിന്റെ അടുത്ത ക്ലാസ്സിന് എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. സാറ് 2-3 ക്ലാസ് എടുത്തിട്ടുണ്ട്. ആണല്ലേ? ലൈഫ് പൊസിഷൻ അല്ലേ? പിന്നെ വേറെ 2 ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ കുറച്ചാളായിട്ട് മുങ്ങി നടക്കുമായിരുന്നു. ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ എടുത്തില്ല. അതാണ് ബൈപ്പാസ് വന്നത് പ്രശ്നമായി പോയത്. സാറിന്റെ കൊച്ചുമോൻ ഇല്ലേ ഇപ്പൊ അവിടെ? യുകെക്ക് പോയി. ഇനി അവിടെ വിളിച്ചാലും വരും. അവരിടയ്ക്കിടയ്ക്ക് വരുള്ളൂ. ഒന്നാലും ഇപ്പൊ വർക്കിംഗ് ഡേയിൽ നിൽക്കാൻ നേരമല്ലോ, സ്കൂളിൽ പോകുന്നുണ്ട്.